പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ഈ പറയാൻ പോകുന്നതായ ഈ വിദ്യ ഉക്തം ച പൂർവേഷു അധ്യായേഷു, കഴിഞ്ഞുപോയ അധ്യായങ്ങളിലൊക്കെ പറയപ്പെട്ടത് തന്നെയാണ്, പുതിയൊരു വിദ്യയല്ല. പൂർവ അധ്യായങ്ങളിൽ പറയപ്പെട്ടതായതും ഈ അധ്യായത്തിൽ വീണ്ടും ആവർത്തിക്കാൻ പോണതുമായ ആ വിദ്യ തദ്ബുദ്ധൗ സന്നിധീകൃത്യ ഇദം ഇത്യാഹ, അതിനെ ബുദ്ധിയിൽ വെച്ചുകൊണ്ട് ഇദം തുതേ ഗുഹ്യതമം എന്ന് പറഞ്ഞു. ഈ ബ്രഹ്മവിദ്യയെ വിജ്ഞാനത്തോടുകൂടെ ഹേ അർജുന തനിക്ക് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ അധ്യായത്തില് ഇന്നലെ പറഞ്ഞു രാജവിദ്യ രാജഗുഹ്യയോഗം എന്നീ അധ്യായത്തിന് പേര്. ഇതിൽ പറയാൻ പോകുന്ന വിദ്യയെയാണ് രാജവിദ്യ എന്ന് പറഞ്ഞത്. പ്രകാശമാനമായ വിദ്യ എന്നർത്ഥം. പല വ്യാഖ്യാനങ്ങളാണിതിന്. പ്രകാശമാനമായ വിദ്യ, രാജ് പ്രകാശനെ, പ്രകാശിക്കുന്ന വിദ്യ എന്നർത്ഥം. എന്ന് വെച്ചാൽ ഒന്നിന്റെയും സഹായം കൂടാതെ സ്വയമേവ പ്രകാശിക്കണത്, സ്വയമേവ രാജത്തെ. മാത്രല്ല ഈ ഒരു വിദ്യ ബാക്കി എല്ലാ വിദ്യകൾക്കും അധിഷ്ഠാനാണ്. സർവവിദ്യാ പ്രതിഷ്ഠ. ഇത് അറിയാൻ അധികാരിയാണ് ആരാണ് എന്നുള്ളതും പറഞ്ഞു. അനസൂയു, അസൂയില്ലാത്ത ആള് എന്നർത്ഥം. സ്പിരിച്വൽ ലൈഫില് പെർമിഷൻ ഇല്ലാത്തവൻ അസൂയക്കാരനാണ്. അസൂയ ഉണ്ടെങ്കിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാമോ ഒക്കില്ല എന്നർത്ഥം. പ്രിജുഡൈസ് ഉണ്ടെങ്കിൽ, ബയസ് ഉണ്ടെങ്കിൽ, മുൻവിധി ഉണ്ടെങ്കിൽ, ഈ വിദ്യയെക്കുറിച്ച് എന്തെങ്കിലും മുൻവിധി ഉണ്ടെങ്കിൽ അവർക്കിത് പ്രകാശിക്കില്ല. ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് കേൾക്കണതെങ്കിൽ നിങ്ങൾക്ക് പ്രകാശിക്കില്ല. അതുകൊണ്ട് തന്നെ അനസൂയു എന്ന് പറഞ്ഞു അർജുനന്. അസൂയയില്ലാത്തവൻ, ഒരു തടസ്സവുമില്ലാത്തവൻ, ഈ വിദ്യ സ്വീകരിക്കാൻ ഒരു തടസ്സമില്ലാത്തത് കൊണ്ട് ഡയറക്റ്റായിട്ട് നിനക്ക് ഞാൻ വിജ്ഞാനത്തോടുകൂടെ തന്നെ ഈ ജ്ഞാനം തരാം. ആ വിജ്ഞാനത്തിനാണ് കൃപ എന്ന് പറയണത്, ഗ്രേസ്. ഗുരു കൃപ എന്നൊക്കെ പറയണത് കൊടുക്കണ നോളജോടൊപ്പം തന്നെ എക്സ്പീരിയൻസും കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കൃപ എന്ന് പറയണം. ഇല്ലെങ്കിൽ സ്കൂൾ ടീച്ചിങ്, അക്കാഡമിക് ആണ് അല്ലേ. തായുമാനവർ എന്നൊരു സിദ്ധൻ ഒരു പാട്ട് പാടി. അദ്ദേഹം പറഞ്ഞു, എല്ലാ ശാസ്ത്രവും പഠിച്ചു, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല എന്നാണ്. അപ്പൊ ആരോ പറഞ്ഞു, ഈ ശാസ്ത്രങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചാൽ നിനക്ക് മനസ്സിലാവും. ചിലർ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞങ്ങളിതൊക്കെ പഠിച്ചിട്ട് മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുഭവം വരും. ഒരു അനുഭവം വരില്ല. 4 പേര് നമസ്കരിക്കാനും തുടങ്ങും. അപ്പൊ നമുക്ക് എന്താ വിഷമം ഉണ്ടാവാന്ന് വെച്ചാൽ ചിലരങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ട്. ഈ ഭാഗവതവും ഗീതയും ഒക്കെ നമ്മൾ പഠിച്ചത് മറ്റുള്ളവരോട് പറയും തോറും നമുക്ക് അനുഭവം ഉണ്ടാവും. അനുഭവമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാവുകയും ചെയ്യും. തായ്മാനവർ പറയണത്, കற்ற அறிவால் உனை நான் கண்டவன் போல் சூது ஆடில் குற்றம் என்று என் நெஞ்சே கொதிக்கும் பராபரமே. தமிழ் கேட்கிறவாளுக்கே புரியும், பெரியவாளுக்கு புரியும். கற்ற அறிவால் உனை நான் കണ്ടവൻ പോൽ சூது ആടിൽ. ഈ പഠിച്ച പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അക്കാഡമിക് നോളജ് വെച്ചുകൊണ്ട്, അതാണ് കற்ற അറിവ് എന്ന് പറയുന്നത്, പഠിച്ച അറിവ്, എക്സ്റ്റേണൽ നോളജ്. ഉനൈ നാൻ കണ്ടവൻ പോൽ, എനിക്ക് ഭഗവത് സാക്ഷാത്കാരുണ്ടായി എന്നുള്ള മട്ടില് ശൂത് ആടിൽ, ശൂത് എന്ന് വെച്ചാൽ പറ്റിക്കുക എന്നർത്ഥം. മറ്റുള്ളവരെ
കളിപ്പിക്കുക, പറ്റിക്കുക. ശൂത് ആടിൽ മറ്റുള്ളവരെ വേണമെങ്കിൽ പറ്റിക്കാം, നമ്മളുടെ ഉള്ളിൽ അന്തര്യാമിയെ പറ്റിക്കാൻ പറ്റുമോ? കുറ്റം എന്ന് എൻ നെഞ്ചേ കൊതിക്കും പരാപരമേ. എനിക്ക് തന്നെ ഒരു തൃപ്തി വരണില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ദാറ്റ് നോളജ് ഹാസ് നോട്ട് ഹീൽഡ് മീ, ദാറ്റ് നോളജ് ഹാസ് നോട്ട് ഹെൽപ്ഡ് മീ. ഹൗ ക്യാൻ ഇറ്റ് ഹെൽപ്പ് യു? എനിക്ക് തന്നെ അത് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ, ഈ വിദ്യ എനിക്ക് തന്നെ അനുഭവത്തിന് ഉപയോഗപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടും? ബാക്കിയുള്ള സയൻസിനൊക്കെ തന്നെ ആ സയൻസിനും ടീച്ചർക്കും വലിയ സംബന്ധം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്കൂളിൽ പഠിപ്പിക്കുമ്പോ അയാള് ഇത് കണ്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാക്ഷാത്കാരമൊന്നുമില്ലല്ലോ അതില്, അല്ലേ? പക്ഷെ ഈ വേദാന്ത വിദ്യ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ അനുഭവമില്ലാത്ത പരമ്പരകളിലോ പുസ്തകത്തിലോ പഠിപ്പിക്കാൻ അധികാരമില്ലാത്തൊരു വിദ്യയാണത്. കാരണം പഠിപ്പിക്കണവനും പ്രയോജനമില്ല, പഠിച്ചു കഴിഞ്ഞവനും പ്രയോജനമില്ല. അപ്പോ ഗുരുവിനോട് ചോദിച്ചു അത്രേ. അവസാനമാണ് ആ ഗുരുവിനെ മൗന ഗുരു എന്ന് പറഞ്ഞു. ആ ഗുരു മിണ്ടൊന്നുമില്ല. അവസാനം ഒരു വാക്ക് ഉപദേശിച്ചു, അത്രേ ഉള്ളൂ. ആ ഗുരുവിനോട് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞു, അരുളാലേയവയും പാറെൻറാൻ അത്തൈ അറിയാതെ சுற்றி என் அறிவாலே பார்த்தேன் இருளான பொருள் கண்டதல்லால் கண்ட என்னையும் கண்டில்லேன் என்னடி தோழி അരുളാലേ എവയും പാർ என்றாൻ. ഞാൻ എന്റെ ബുദ്ധി വെച്ചുകൊണ്ട് തന്നെ നോക്കുകയാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ഈ ബുദ്ധി അല്ലാതെ ഈ ബുദ്ധിയില് ഒരു അഞ്ജനം തേക്കണം. എന്താ അഞ്ജനം? എന്തു മയ്യ തേക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മഷിയിട. എന്തു മഷി എന്ന് വെച്ചാൽ കൃപ, ഗ്രേസ്, ഗുരുകൃപ. ആ കണ്ണു വെച്ചുകൊണ്ട് നോക്കൂ. അത്തൈ അറിയാതെ എൻ അറിവാലേ ശുദ്ധി പാത്തേൻ. അതെന്താന്ന് മനസ്സിലാവാത്തതുകൊണ്ട് വീണ്ടും ഈ ബ്രെയിൻ വെച്ചുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിയപ്പോ ഇരുളാന പൊരുൾ കണ്ടതല്ലാൽ, ഒരു ഇരുട്ട് മാത്രമേ കണ്ടുള്ളൂ, ഒന്നും വസ്തു ഒന്നും പ്രകാശിച്ചില്ല. കണ്ട എന്നെയും കണ്ടില്ലേന്ന് എന്നടി തോഴി, എന്റെ സ്വരൂപം അറിഞ്ഞില്ല എന്ന്. അവസാനം ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ആ ഇരുട്ടുണ്ടല്ലോ അതൊക്കെ ഉള്ളിലുള്ള അജ്ഞാനം, വാസന, അതൊക്കെ കളയാണ്. ആ കളയൊക്കെ പറിച്ചു കളയാ. അപ്പോ ഉള്ളിൽ കാണും എന്ന് പറഞ്ഞു അത്രേ. കള പറിച്ചു കളയാണ്. അപ്പോ വിളയും ശിവാനന്ദ ഭൂമി. ശിവാനന്ദം വിളയ, മലയാളം വാക്ക് തന്നെയാ. വിളയ, വയലില് വിളവെടുക്കണ പോലെ ഈ ശരീരമാകുന്ന ക്ഷേത്രം, ഭഗവാൻ ഗീതയിൽ ഈ ശരീരത്തിനെ ക്ഷേത്രം എന്ന് പറഞ്ഞു. ഈ ക്ഷേത്രം എന്ന് വെച്ചാൽ വയലെന്നാണ് അർത്ഥം, പാടം. ഈ പാടത്ത് എന്താ വിളയുക എന്ന് വെച്ചാൽ ശിവാനന്ദം, വിളയും ശിവാനന്ദ ഭൂമി. அந்த வெட்ட வெளி நன்னி துஷ்ட இருளாம் കളயை കളയുന്ന പിൻ പാത്തേൻ. അജ്ഞാനമാകുന്ന ഇരുൾ, ആവരണമാകുന്ന കള പറിച്ചു കളഞ്ഞു എന്നാണ്. ആ കള പറിച്ചു കളഞ്ഞപ്പോ, കള എന്നല്ലേ പറയാ നിങ്ങള്, അല്ലേ? കള പറിച്ചു കളഞ്ഞു. കളயை കളയുന്ന പിൻ പാത്തേൻ അയ്യൻ കളയன்றി വേറൊന്നും കണ്ടില്ലേൻ തോഴി. കളയെന്ന് വെച്ചാൽ വേറൊരർത്ഥം ജ്യോതിസ് എന്നാണ്, പ്രകാശം. தமிழ்ல சொல்லுவோமே, முகத்துல நல்ல களை இருக்கு, லஸ்டர். അയ്യൻ കളയன்றി വേറൊന്നും കണ്ടില്ലേൻ തോഴി. അപ്പൊ ഉള്ളില് അജ്ഞാനം അങ്ങോട്ട് നീങ്ങിയപ്പോ, ആവരണം അങ്ങോട്ട് നീങ്ങിയപ്പോ ഭഗവാന്റെ സ്വരൂപപ്രകാശത്തിനെ അവിടെ കണ്ടു. സ്വരൂപപ്രകാശത്തിനെ ഹൃദയത്തിൽ കണ്ടു. അപ്പൊ അങ്ങനെ ഒരു അനുഭവ പരമ്പര, അതിനാണ് നമ്മള് സമ്പ്രദായം എന്ന് പറയണത്. അങ്ങനെ ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരു വാഴ കന്നിടണ പോലെയാണ്. വാഴ കന്നിട്ട് ആ കന്നൊരു വാഴയായി, ആ വാഴ ഒരു കന്നിട്ട് ആ കന്നൊരു വാഴയായി. അതുപോലെയാണ് ഗുരുപരമ്പര. ദക്ഷിണാമൂർത്തിയിട്ട കന്നാണ് നമ്മൾ വരയ്ക്കും വന്നിരിക്കണത്. അന്ന് തൊട്ട് തുടങ്ങിയതാണത്. ആ കന്നാണ്. പുതിയൊരു ഗുരു ഒന്നുമില്ല, ഒരു ഗുരുവേ ഉള്ളൂ.
അതേ ഗുരുവാണ് അനേക പരമ്പരകളിലൂടെ ജ്ഞാനസ്രോതസ് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്നത്. ഈ ജ്ഞാനം എന്ന് പറയണത് സ്കൂളുകൾ കൊണ്ടോ അക്കാഡമിക് കൊണ്ടോ ക്ലാസ് കൊണ്ടോ ട്യൂഷൻ കൊണ്ടോ ഒന്നും നിർത്താൻ പറ്റില്ല. ഇത് ഈശ്വരൻ സ്വതന്ത്രമായി നിർത്തുന്നു. അതാണ് ഭഗവാൻ ഗീതയിലും അർജുനനോട് നമ്മളിതിനു മുമ്പ് കണ്ടു. 4ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം. ഞാൻ സൂര്യന് പറഞ്ഞു കൊടുത്തു, സൂര്യൻ മനുവിന് പറഞ്ഞു കൊടുത്തു, മനു ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പരമ്പരയായിട്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നഷ്ടായപ്പോ ഞാൻ വീണ്ടും ഒന്ന് നിനക്ക് പറഞ്ഞു തരണു, നിന്നിലൂടെ ഒരു പരമ്പര, അതും കുറച്ച് കഴിഞ്ഞാൽ നഷ്ടാവും. അപ്പൊ പിന്നെയും വേറെ ഒരു സ്ഥലത്ത് വരും. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ കുറുന്തോട്ടിയും കീഴാർനെല്ലിയൊക്കെ നട്ടു വളർത്താൻ പറ്റുമോ? എനിക്കറിയില്ല അല്ലേ. മഴ പെയ്യുമ്പോ അവിടെയൊക്കെ വരും. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. അതുപോലെ ഈ ഗുരു എന്ന് പറയുന്നതും ഈശ്വരൻ തന്നെ അവിടെ പരമ്പരകളെ സൃഷ്ടിക്കുകയാണ്. സ്വതന്ത്രമായി ആ വിദ്യയെ പ്രകാശിപ്പിക്കുകയാണ്. അത് ആർട്ടിഫിഷ്യലായിട്ട് നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ ഭഗവാൻ ആ ബ്രഹ്മവിദ്യാപ്രദാനത്തിൽ സ്വതന്ത്രനാണ്. ആ ബ്രഹ്മവിദ്യാപ്രദാനത്തിൽ ഈശ്വരൻ സ്വതന്ത്രനാണ്. ഈശ്വരന്റെ കൃപ ഉണ്ടാവുമ്പോ നമുക്ക് അതേപോലെ സ്വാനുഭവമുള്ള ഒരു പരമ്പര സിദ്ധിക്കാണ്, നമുക്ക് അനുഭവത്തിന്. അപ്പോഴേ ഈ വിദ്യ നല്ലവണ്ണം തെളിയുള്ളൂ, പ്രകാശിക്കുള്ളൂ. അപ്പൊ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, നിനക്ക് വിജ്ഞാനത്തോടുകൂടെ ഞാൻ ജ്ഞാനം തരാണ്. ഇതിന്റെ പ്രയോജനമോ എല്ലാ അശുഭവും അവസാനിക്കും അർജുന. ശുഭം എന്ന് വെച്ചാൽ എന്താന്നിപ്പോ നമുക്ക് നിശ്ചയമുണ്ടോ? എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ തമിഴ് സിനിമയും ഒരു കല്യാണവും പിന്നെ അവസാനം ശുഭം എന്ന് പറഞ്ഞ് അവസാനിക്കും. മലയാള സിനിമയിലൊക്കെ മരിച്ചു പോകും. അതാണ് എനിക്കിപ്പോ ഒന്നും വലിയ പരിചയമില്ല. ഈ കുട്ടിക്കാലത്തൊക്കെ എല്ലാ മലയാള സിനിമയിലും മരിച്ചു പോകും. തമിഴ് സിനിമ എന്ന് വെച്ചാൽ ശുഭം എന്ന് പറഞ്ഞ് അവസാനിക്കണം. എന്താണെന്ന് വെച്ചാൽ രണ്ടുപേര് കല്യാണം കഴിക്കും. അത് കഴിഞ്ഞൊന്നും പറയാൻ പാടില്ല എന്നാണ്. അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും പിന്നെ പറയാൻ പാടില്ല എന്നാണ്. അപ്പോ ശുഭം എന്ന് വെച്ചാൽ നമ്മൾ കല്യാണം എന്ന് വെച്ചാൽ ശുഭം എന്നാണ് അർത്ഥം. അത് കല്യാണം മംഗളമായിട്ട് ഇരിക്കുന്നു വിചാരിച്ചിട്ടാണ് അതിന് പേര് ആ കല്യാണം എന്ന് വെച്ചിരിക്കണത്. അപ്പൊ കല്യാണം എന്നുവെച്ചാൽ വിവാഹം എന്ന അർത്ഥമില്ല അതിന് മംഗളം ശുഭം എന്നാണ് അർത്ഥം. ഹിന്ദിയിലൊക്കെ നല്ല ശുദ്ധമായ ഹിന്ദിയില് ആപ്പു കല്യാൺ ഹോഗ എന്ന് പറയും. എന്നുവെച്ചാൽ കല്യാണം കഴിയുന്ന അർത്ഥമല്ല, മംഗളം ഉണ്ടാവും, ശുഭം ഉണ്ടാവുന്ന അർത്ഥം. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു, അശുഭത്തിൽ നിന്ന് നീ രക്ഷപ്പെടും. എന്നുവെച്ചാൽ ശുഭം ഉണ്ടാവാനൊന്നും വേണ്ട, ശുഭം ഉണ്ടാവുമൊന്നും വേണ്ട. ശുഭം എന്റെ സ്വരൂപമാണ്. സുഷ്ടുഭവം എന്റെ സ്വരൂപമാണ്. മുമ്പിലേക്ക് വരാട്ടോ, കം ഹിയർ. ശുഭം നമ്മളുടെ സ്വരൂപമാണ്, അത് നേടിയെടുക്കേണ്ടതൊന്നുമല്ല. അശുഭം നിവർത്തിച്ചാൽ മതി. അശുഭം എന്താന്ന് വെച്ചാൽ അജ്ഞാനം. ഭാഷ്യകാരൻ പറയണ്ടേ, ഏതദേവ കർത്തവ്യം യത് അജ്ഞാന തിരസ്കരണം, അനാത്മപ്രത്യയ തിരസ്കാരഃ. അനാത്മപ്രത്യയങ്ങളെ നീക്കിയാൽ മാത്രം മതി. ആത്മാവിനെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. താൻ അല്ലാത്തതിനൊക്കെ ഉപേക്ഷിച്ചാൽ താൻ സ്വയമേവ പ്രകാശിക്കും. അശുഭം എന്താണ്? അജ്ഞാനാണ്, അമംഗളം. അതിനേക്കാളും വലിയൊരു ടോർച്ചറൊന്നുമില്ല. നമ്മളുടെ സകല ദുഃഖത്തിനും ബീജം അജ്ഞാനാണ്. അജ്ഞാനത്തിനേക്കാളും വലിയൊരു ടോർച്ചർ, ഒരു ക്രൂസിഫിക്ഷൻ ഒന്നുമില്ല. അജ്ഞാനം കാരണമാണ് ഞാൻ ഈ ജീവനാണെന്നും ഈ ശരീരം എന്റെ ആണെന്നും ഈ ശരീരം ഞാനാണെന്നും ഒക്കെ തോന്നണതും നിത്യമായ സത്യത്തിനെ, ആത്മാവിനെ അറിയാതിരിക്കണം. ഈ അശുഭം അങ്ങോട്ട് നീങ്ങിക്കിട്ടാനാണ് ഭഗവാൻ പരമകരുണയോട് പറയണത്, ഞാനിതാ ഗീതയെ ഉപദേശിക്കണം അർജുനൻ. ഈ ഭഗവത്ഗീത മാത്രം മതി, ഏകം ശാസ്ത്രം. അശുഭം നീങ്ങിക്കിട്ടും ഈ വിദ്യ അറിഞ്ഞാൽ. നമുക്ക് വാസ്തവത്തിൽ പുസ്തകമൊന്നും ആവശ്യമില്ല. പുസ്തകത്തിന്റെ പ്രയോജനം ഈ വിദ്യയാണ്. ഉപനിഷത്ത് എന്നൊരു പുസ്തകം വേണ്ട. ആചാര്യസ്വാമികൾ പറഞ്ഞു, ഉപനിഷത്ത് എന്ന് വെച്ചാൽ ഈ ഗ്രന്ഥമൊന്നുമല്ല,
ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദ്യമാനമായ വിദ്യയെ ആരെടുത്ത് അനുശീലനം ചെയ്യുന്നു അവർക്ക് അജ്ഞാനം നീങ്ങി സ്വാത്മസാക്ഷാത്കാർ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഗ്രന്ഥത്തിനോടൊരു ഭക്തിയോടുകൂടെ ഗ്രന്ഥത്തിനെ ഉപനിഷത്ത് എന്ന് വിളിക്കണു എന്നല്ലാതെ ഗ്രന്ഥത്തിന്റെ പേരല്ലാതെ വിദ്യയുടെ പേരാണ്. അതുപോലെ ഭഗവത്ഗീത എന്ന് വെച്ചാൽ ഈ പുസ്തകത്തിന്റെ പേരല്ല, ഇതിൽ പ്രതിപാദ്യമാനമായ വിദ്യയുടെ പേരാണ്. അപ്പോ വേദം എന്ന് വെച്ചാൽ ഈ വിദ്യയാണ്, ഈ പുസ്തകമല്ല. വേദമെന്ന് വെച്ചാൽ നതു ശബ്ദരാശി, ഈ ശബ്ദരാശിയൊന്നുമല്ല. പിന്നെ എന്തിനാ ഈ ശബ്ദരാശിയൊക്കെ നമ്മൾ മെനക്കെട്ട് പഠിക്കണത് എന്ന് വെച്ചാൽ സമ്പ്രദായം നിലനിൽക്കട്ടെ. എന്തെങ്കിലുമൊക്കെ നമ്മൾ പഴയത് പലതും നിർത്തുന്നില്ലേ, അതുപോലെ നിർത്തണു, അത്രയേ ഉള്ളൂ. എന്താ പറയാ അതിന്, ഈ കൊച്ചിയിലെ கொல்லப்பக்கமா இருக்கிற சரவையில எடுத்துன்னு போய் அந்த பக்கம் நம்ம புள்ளைய வாங்கிட்டு வருவோம். என்ன சொல்லுவேல அதுக்கு? இல்ல இல்ல, പഴയ പഴയ ആന്റിക് ആന്റിക് പുറകുവശത്ത് കിടക്കുന്ന ചരവത്തടിയൊക്കെ എടുത്തോണ്ട് പോയിട്ട് അവിടെ യൂതപ്പള്ളിയുടെ അവിടെ വിൽക്കും. നമ്മുടെ മക്കൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് വാങ്ങിച്ചോണ്ട് വന്ന് നമ്മുടെ അടുത്ത് കാണിക്കും ആന്റിക് ആണെന്ന്. അമ്മ പറയുന്നത് നമ്മുടെ വീട്ടിൽ പുറകുവശത്ത് അന്ന് ആക്രി കച്ചവടക്കാരൻ കൊണ്ടുപോയ സാധനം അതാണ്. അതുപോലെയൊക്കെ സൂക്ഷിക്കണം അല്ലേ? അപ്പോ അതിനേക്കാളും ഒക്കെ സേക്രഡ് ആയിട്ടുള്ള നമ്മളുടെ പരമ്പരയിലുള്ള എല്ലാം സൂക്ഷിക്കേണ്ടതല്ലേ. ഈ ഒന്നിനും പ്രയോജനമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോ അമ്പലങ്ങളും നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വേദമന്ത്രങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു പരമ്പര, ഒരു സേക്രഡ്നെസ്, പ്രിസർവിങ് ദ സേക്രഡ് തിങ്സ്, അത്രേ ഉള്ളൂ. പക്ഷേ വേദം ഇപ്പൊ നമുക്കൊന്നും അർത്ഥമൊന്നും ഗ്രഹിക്കാൻ ആർക്കും വയ്യ. വേദാർത്ഥം മുഴുവനും ഭഗവത്ഗീതയിലുണ്ട് എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു. ഈ ശങ്കരാചാര്യസ്വാമികൾ എങ്ങനെ ഉറപ്പായിട്ട് പറഞ്ഞു? ഒരു സംശയമില്ലാതെ ആചാര്യസ്വാമികൾ ഗീതാഭാഷ്യം തുടങ്ങുമ്പോൾ പറഞ്ഞു, സർവജ്ഞനായ ഭഗവാൻ അർജുനനെ നിമിത്തമാക്കി വെച്ചുകൊണ്ട് ഗീതയെ ഉപദേശിച്ചു. സർവജ്ഞനായ വേദവ്യാസൻ ആ ഗീതയെ, ഭഗവാൻ ഉപദേശിച്ച ഗീതയെ സപ്തവിഹി ശ്ലോകശതൈഹി ഉപനിപബന്ധ, 700 ശ്ലോകങ്ങളോടുകൂടെ നിബന്ധനം ചെയ്തു, കെട്ടിയുണ്ടാക്കി. അതിനെ പലരും പലവിധത്തിൽ അർത്ഥവ്യാഖ്യാനം ചെയ്യണത് കണ്ട് ഒരു സംശയവുമില്ലാതെ അതിന്റെ അർത്ഥം പ്രകാശിക്കണമെന്ന് പറഞ്ഞ് ഞാനിതാ വിവേകത്തോടുകൂടി അതിനെ വ്യാഖ്യാനം ചെയ്യണു എന്ന് ആചാര്യസ്വാമികൾ പറയുമ്പോ ജ്ഞാനിയുടെ കോൺഫിഡൻസ് ആണത്. സർവജ്ഞനായ ഭഗവാൻ പ്രകാശിപ്പിച്ചു, സർവജ്ഞനായ വേദവ്യാസൻ അതിനെ എഴുതിയുണ്ടാക്കി എന്ന് പറഞ്ഞ അതേ വായു കൊണ്ട് തന്നെയാണ് പറയണത്. അതിന്റെ അർത്ഥത്തിനെ കുറിച്ച് ഇനി ആർക്കും സംശയം വരരുത്. അതിനായിട്ട് ഞാനിതാ ഭാഷ്യം എഴുതണു എന്ന് പറയുമ്പോൾ ഭാഷ്യക്കാരന്റെ സർവജ്ഞത്വം, സംശയമില്ലാതെ തന്റെ സർവജ്ഞത്വം അഹങ്കാരം കൊണ്ട് പറയണതാണോ? അല്ല അല്ലേ? സാധാരണ കവികളൊക്കെ ആണെങ്കിൽ എഴുതുമ്പോ അവർ പറയും, ഏതോ എനിക്കറിയണത് ഞാൻ എഴുതുന്നു, പഠിക്കുന്നവര് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പുറത്തോളണം, അവര് അതിൽ നല്ലത് മാത്രം സ്വീകരിച്ചോളണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാളിദാസൻ മുതലായ കവികളൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആചാര്യസ്വാമികൾ പറയണത് ഇതിൽ ഇനി ആർക്കും ഒരു സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വിവേകത്തോടുകൂടെ ഞാനിതാ അതിന്റെ അർത്ഥം പറയണു. അതും പറയണത് എങ്ങനെയാന്ന് വെച്ചാൽ, സർവജ്ഞ ഭഗവാൻ അർജുനം നിമിത്തീകൃത്യ ഉപദിദേശ, സർവജ്ഞ ഭഗവാൻ വേദവ്യാസ സപ്തഭിഹി ശ്ലോകശതൈഹി ഉപനിബന്ധ, തദിദം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം വിവൃത അനേക വിവൃത പദപദാർത്ഥ വാക്യാർത്ഥന്യായമപി ലൗകികൈഹി വിപരീത ഭാവേന ഗൃഹ്യമാണ്. പലതരത്തിൽ ഗ്രഹിക്കപ്പെടുന്നതായി ഇത് കണ്ടിട്ട് അഹം വിവേകതഃ, വിവേകത്തോടുകൂടെ ഞാനിതാ വ്യാഖ്യാനം ചെയ്യണു എന്ന് പറയാം. അപ്പോ അത് ജ്ഞാനിയുടെ കോൺഫിഡൻസ് ആണ്. എന്നുവെച്ചാൽ ഏത് ഭഗവാനാണോ ഉപദേശിച്ചത്, ഏത് ഭഗവാനാണോ ശ്ലോകരൂപത്തിൽ എഴുതിയത്, ആ ഭഗവാൻ തന്നെയാണ് വ്യാഖ്യാനം എഴുതണമെന്നുള്ള കോൺഫിഡൻസ് ആണ്. സംശയമൊന്നുമില്ല അവിടെ. രമണ മഹർഷി ശങ്കരാചാര്യരുടെ ആത്മബോധം എന്ന പ്രകരണത്തിനെ തമിഴിലാക്കി. തമിഴിലാക്കുമ്പോ ആദ്യം ഒരു ശ്ലോകം പറയുന്നുണ്ട്. ആ ശ്ലോകത്തില്
ஆத்மாவின் போதமருள் ஆசானாம் சங்கரன் அவ் ஆன்மாவுக்கு அந்நியன் ஆவனோ എന്നകത്തെ ഇരുന്ന് ഇன்று തമിഴ് ചൊല്ലുവാനും അന്നവനன்றി മറ്റു യാരുളൻ. ആത്മബോധം എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന് എഴുതുന്ന ശങ്കരാചാര്യർ ആത്മാവിൽ നിന്ന് അന്യമല്ല. അതേ ശങ്കരൻ തന്നെയാണ് എന്റെ ഉള്ളിലിരുന്ന് ഇന്ന് തമിഴിലാക്കണതും. അതേപോലെ ഭഗവാൻ, അപ്പോ അതേ രമണ ഭഗവാൻ ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണിക്ക് ആമുഖമായിട്ട് എഴുതുമ്പോൾ പറഞ്ഞു, സാക്ഷാത് പരമേശ്വരൻ ലോകത്തിലെ അജ്ഞാനമില്ലാതാക്കി ജ്ഞാനപ്രകാശത്തിനായി ശങ്കരാചാര്യരായി വന്ന് ഈ ഗ്രന്ഥം എഴുതിയെന്ന് പറഞ്ഞു. അതേ വായുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അതേ ശങ്കരനാണ് ഈ ആത്മബോധം എഴുതണത്. അപ്പൊ സംശയമൊന്നുമില്ല. എന്നുവെച്ചാൽ അവർക്കൊരു പേഴ്സണാലിറ്റി ഇല്ലാത്തതിന്റെ തെളിവാണ്. അല്ലാതെ ഞാൻ ശിവനാണെന്നോ ഈശ്വരനാണെന്നോ എന്നുള്ള ഒരു ഈഗോയിലല്ല. ഈശ്വരൻ അന്യമായി തന്റെ മൈൻഡ് അതിനകത്തൊന്നും പ്രവേശിച്ചിട്ടില്ല എന്നർത്ഥം. ആ വിദ്യയെ തന്റെ ഒപ്പീനിയനോ തന്റെ അഭിപ്രായമോ കൊണ്ട് കറപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഇറ്റ് ഈസ് അൺകറപ്റ്റഡ് പ്യുവർ നോളജ് ഫ്രം ദ സെയിം സോഴ്സ്. അപ്പോ അതാണ് ഇവിടെ രാജവിദ്യ എന്ന് പറയുന്നത്. നോക്കൂ, അടുത്ത ശ്ലോകം നോക്കൂ. രാജവിദ്യാരാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. രാജവിദ്യാ രാജഗുഹ്യം പവിത്രം ഇദം ഉത്തമം പ്രത്യക്ഷ അവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. വിദ്യാനാം രാജ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദീപ്തി അതിശയത്വാത് ദീപ്യതേ ഹി ഇയം അതിശയേന ബ്രഹ്മവിദ്യ സർവവിദ്യാനാം. ഈ വിദ്യ എന്തുകൊണ്ട് രാജവിദ്യ, പ്രകാശമാനമായ വിദ്യ? ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു. അത് രാജഗുഹ്യം, റോയൽ സീക്രട്ട് ആണെന്നാണ്. രാജാക്കന്മാരുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ പുറത്തേ വരില്ല. അവർ കൊന്നാ പോലും രാജസദസ്സിന്റെ ഉള്ളിലുള്ള രഹസ്യം പുറത്തു പറയാൻ പാടില്ല എന്നാണ്. അതുപോലെ ഈ വിദ്യ അത്രയും ഗുപ്തം ഗോപ്യമായിട്ട് വെക്കേണ്ടതാണോ എന്നുവെച്ചാൽ കുറെയൊക്കെ അങ്ങനെയാണ്. എന്നുവെച്ചാൽ അധികാരികൾക്ക് നേരിട്ട് ഉപദേശിച്ചു കൊടുക്കേണ്ട വിദ്യയാണ് ഇത്. ഇത്രയും വലിയ ഒരു സദസ്സിൽ നമ്മൾ പറയണു, ആര് ഗ്രഹിക്കണോ അവരെ ഗ്രഹിക്കുള്ളൂ. പഴയ കാലത്ത് വളരെ ഗോപ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നു. വേണമെന്നുള്ളവര് അവിടെ പോയി ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളും. ഇപ്പൊ ഞാനിവിടെ പ്രഭാഷണം ചെയ്താൽ എന്നോട് ചോദിക്കൊന്നുമില്ല, ആളുകൾ എടുത്ത് അപ്പ ഇന്റർനെറ്റിലിട്ട് കഴിഞ്ഞു. 2 ദിവസം കഴിയുമ്പോഴേക്കും അത് വരണമെന്നാണോ പറഞ്ഞത്? ചോദിച്ചാൽ അവര് പറയണത് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുകയാണെന്നാണ്. അങ്ങനെ ഈ വിദ്യ പോവോ അറിയില്ല. ഈ വിദ്യ ആരും സ്വന്തമാക്കിയിട്ടോ സ്വന്തം ആണെന്നുള്ള ഭാവത്തോടു കൂടിയോ അല്ല. ഇത് വെർബലല്ല, അതാണ് അതിന്റെ സ്വഭാവം. ഇപ്പൊ നിങ്ങൾ കാസറ്റില് CD-യില് വീഡിയോയിലൊക്കെ വരുമ്പോ ഒക്കെ വെർബലാണ്. അത് ശബ്ദം മാത്രമാണ്. നിങ്ങൾ ഇവിടെ നേരിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായിട്ടില്ലയോ വേറെ ഒരു എലമെന്റ് അതിലുണ്ട്. ആ എലമെന്റ് അവിടെ നിങ്ങൾ പോകുമ്പോൾ അത് പോയി പോകും. രാജവിദ്യ രാജഗുഹ്യം, ഏറ്റവും വലിയ രഹസ്യം. എന്താ രഹസ്യം എന്ന് വെച്ചാൽ ഇതാണ്. അത് നേരിട്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കിട്ടേണ്ട വിദ്യയാണ്. പവിത്രം, ഏറ്റവും പവിത്രമാണ്. എന്നുവെച്ചാൽ ഇത് അറിയുന്ന ആളെ ഇത് അബ്സല്യൂട്ട്ലി പ്യുവർ ആക്കും. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി എന്ന് ഭഗവാൻ പറഞ്ഞു. ഈ ജ്ഞാനം ആരെയും പവിത്രമാക്കുന്നതാണ്. അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഹം. എല്ലാ പാപികളിലും വെച്ച് മഹാപാപിയാണെങ്കിൽ പോലും സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. ഈ ജ്ഞാനമാവുന്ന പ്ലവുണ്ടല്ലോ, തോണിയുണ്ടല്ലോ, അത് കടൽ കടത്തിവിടുന്നു, പാപക്കടൽ കടത്തിവിടുന്നു. അപ്പൊ അത്രയും പ്യൂരിഫൈയിങ് ആണ്, നിർമ്മലമാണ്. എന്താന്ന് വെച്ചാൽ ആത്മാവിന്റെ സ്വരൂപം നിർമ്മലമാണല്ലോ, ഒരു പാപവും അതിനെ സ്പർശിക്കില്ല. കിമഹം പാപമകരവം കിമഹം ന അകരവം. ഈ ബുദ്ധിയൊന്നും വരില്ല. ശ്രുതി തന്നെ പറയണത് അങ്ങനെ.
ഞാൻ പാപം ചെയ്തു, ഞാൻ പാപിയാണ്. വിവേകാനന്ദ സ്വാമി അതാണ് അമേരിക്കയിലെ ക്രിസ്ത്യൻ തിയോളജിയിൽ കിടക്കുന്നവരോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. വലിയ കോളിളക്കായിരുന്നു അത്രേ ആ കാലത്ത്. എന്നുവെച്ചാൽ ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സിൻ ടു കോൾ യു സിന്നേഴ്സ്. അതിനേക്കാളും വലിയ സിൻ ഒന്നുമില്ല, പാപമൊന്നുമില്ല എന്ന്. ശരീര മനസ്സിന്റെ മണ്ഡലത്തിൽ പാപി എന്ന് വിളിക്കുകയാണെങ്കിൽ ആരാ പുണ്യവാൻ? ഒരാളും പുണ്യവാനല്ല, എല്ലാവരും പാപി തന്നെ. പൊതുവെ ഒരു ചൊല്ലുണ്ട്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ, എവരി സെയിന്റ് ഹാസ് എ പാസ്റ്റ് എന്ന് പറയും. മഹാത്മാക്കൾ അവരവരുടെ കഥകൾ എഴുതി വെച്ചപ്പോൾ തന്നെ വ്യാസന്റെ കഥയൊക്കെ നിങ്ങൾ മഹാഭാരതത്തിൽ വായിച്ചാൽ വ്യാസൻ തന്നെ എഴുതി വെച്ചതാ. ഇങ്ങനെയൊക്കെയാണോ കഥ? ഒരു ശരിയായ ഒരു സമ്പ്രദായം, ഒരു പരമ്പര പോലും ഒരു നല്ല കുടുംബത്തിൽ പോലും ജനിച്ചില്ല എന്ന് തോന്നി. എന്തിനാ വ്യാസഭഗവാൻ ഇങ്ങനെ എഴുതി വെച്ചത് നിങ്ങളുടെ ഓട്ടോബയോഗ്രഫി? നീ ഇനി ചോദിക്കരുതെന്ന്. നീ എന്റെ ജീവിതം ഒന്നും പുറകെ വന്നു. അതാണ് ഋഷി മൂലം ചോദിക്കരുത് എന്ന് പറയും. ഇതെങ്ങനെ? അപ്പോ വാൽമീകിയുടെ ഓട്ടോബയോഗ്രഫി, ഞാൻ വലിയ കള്ളനായിരുന്നു അറിയില്ലെന്നാ പറയണത് വാൽമീകി. വഴി പോകുന്നവരെയൊക്കെ തട്ടിപ്പറിച്ച്, ഉള്ളതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോവായിരുന്നു എന്റെ പരിപാടി. അപ്പൊ അതും ശരിയില്ല. ഇങ്ങനെ അരുണഗിരിനാഥരുടെ ജീവചരിത്രം നോക്കിയാൽ അരുണഗിരിനാഥർ അയ്യോ ഞാൻ ചെയ്ത പാപം എത്രയുണ്ട്. അപ്പൊ പാപി എന്ന് പറഞ്ഞ് നോക്കിയാൽ നമ്മളെ ശുദ്ധമാക്കാൻ പറ്റില്ല. ഈ വിദ്യ എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ പാപമൊക്കെ ആരുടെയാ? ശരീരത്തിന്റെയും മനസ്സിന്റെയും അല്ലേ? ഈ ശരീരവും മനസ്സും നീയാണോ? ഈ ശരീരം നീയാണോ? ഈ മനസ്സ് നീയാണോ? നീ ആരാണെന്ന് നോക്കൂ. നീ ശരീരമാണോ? അല്ല. ശരീരം ഞാനല്ല. മനസ്സാണോ? അല്ല. പിന്നെ നീ ആരാണ്? ആഴ്ന്ന് അന്വേഷിക്കുക. ആഴ്ന്ന ഉള്ളില് മുങ്ങി ധ്യാനാഞ്ജനേന സമപേക്ഷ്യ തമഃപ്രദേശം ഭിത്വാ, ഉള്ളിലെ അജ്ഞാനത്തിന്റെ ഇരുട്ടങ്ങട് നീക്കി തന്റെ യഥാർത്ഥ സ്വരൂപം നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവം, തന്റെ സ്വസ്വരൂപത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ അതിലൊരു കളങ്കവുമില്ല. അതാണ് ഞാൻ എന്നുള്ള പ്രത്യഭിജ്ഞ വരുമ്പോ ക്ഷിപ്രം ഭവതി ധർമാത്മാ. ഭഗവാൻ പറഞ്ഞു അവന്റെ ശരീരവും മനസ്സും ഒക്കെ പോലും ശുദ്ധായി പോകും. പിന്നെ അവന് പലർക്കും ചോദ്യം, അങ്ങനെയൊക്കെ ഞാൻ ശരീരമല്ല മനസ്സല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പാപവും ചെയ്തിട്ട് ഞാൻ ഒന്നും ചെയ്യണില്ല എന്ന് പറയില്ലേ എന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എപ്പോ നിങ്ങളുടെ ഇരുപ്പ് ശരീരത്തുനിന്നും മനസ്സെന്നും പോയി ചൈതന്യമായി തീർന്നു, ആത്മാവാണ് ഞാൻ എന്നുള്ള അനുഭവം വന്നു, പിന്നെ അഹങ്കാരത്തിന്റെ മണ്ഡലത്തിലേക്ക് വരുന്നത് തന്നെ നിങ്ങൾക്ക് വലിയ വിഷമായിരിക്കും. പിന്നെ നിങ്ങളെങ്ങനെ പാപം ചെയ്യും? പാപം ചെയ്യണമെങ്കിൽ ബോഡി കോൺഷ്യസ്നെസ്, ദേഹാഭിമാനം ഇല്ലാതെ പറ്റില്ല. പാപം ചെയ്യണമെങ്കിൽ അഹങ്കാരം ഇല്ലാതെ പറ്റില്ല. പാപം ചെയ്യണമെങ്കിൽ രാഗദ്വേഷം ഇല്ലാതെ പറ്റില്ല. ഇതൊക്കെ ഒരു വൺ സ്വീപ്പ് എല്ലാം പോയി. ഞാൻ ചൈതന്യമാണ്, നിത്യശുദ്ധമായ വസ്തുവാണ്, ആത്മാവാണ്, ബ്രഹ്മമാണെന്നുള്ള അനുഭവം പവിത്രമാക്കണം. അബ്സല്യൂട്ട് പ്യൂരിഫിക്കേഷൻ. അപ്പോ പവിത്രം ഇതം ഉത്തമം, ഏറ്റവും പ്യൂരിഫയിങ് ആണ്. ഇതില് കഴിവില്ലാത്ത ആളുകളാണ് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യൂ, ഗംഗയിൽ പോയി കുളിക്കൂ, നാമം ജപിക്കൂ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. നിങ്ങൾ പാപിക്ക് എന്തെങ്കിലും പരിഹാരം വേണമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ പരിഹാരം എന്തെങ്കിലുമൊക്കെ പിടിച്ചോളൂ. ജ്ഞാനം കൊണ്ട് പവിത്രമാക്കുന്നതാണ് അവസാനം. അതുവരയ്ക്കും ഇടയിൽ ചിലതൊക്കെ ഉണ്ട്. ചിലർക്ക് അതിലൊക്കെയാണ് വിശ്വാസേ. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ ശരി, അതൊക്കെ ഇതം തീർത്ഥം ഇതം തീർത്ഥം ഭ്രാമ്യന്തി താമസാജനാഹ സ്വാത്മതീർത്ഥം ന ജാനന്തി കഥം മോക്ഷം ശൃണുപ്രി. ഇവിടെ ഈ തീർത്ഥത്തിൽ പോണം, ആ തീർത്ഥത്തിൽ പോണം. എന്തിനാന്ന് വെച്ചാൽ ആത്മാവാകുന്ന തീർത്ഥത്തിനെ ഇവൻ അറിഞ്ഞില്ല. അവസാനം അതറിയാം. അപ്പോ പവിത്രമാവും. അല്ലാതെ ഈ ശരീര മനസ്സിനെയൊക്കെ എത്ര തന്നെ പവിത്രമാക്കാൻ പറ്റും, എത്ര തന്നെ ശുദ്ധം ചെയ്യാൻ പറ്റും. എത്ര ശുദ്ധം ചെയ്താലും അതിൽ അശുദ്ധി ഉണ്ടാവും അല്ലേ? ഏതെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഓർഗൻസ് ഒക്കെ നിങ്ങൾ ഒരു വീഡിയോയിൽ കണ്ടു നോക്കൂ, അത് ശുദ്ധാവോ?
പാപം എന്ന് പറയുന്നത് ഈഗോ ആണ്, അഹങ്കാരമാണ്, വേറെ ഒന്നുമില്ല. വേറെ ഒരു പാപവുമില്ല. പാപം ഒറ്റ സാധനമേ ഉള്ളൂ, അഹങ്കാരം. ഞാൻ വളരെ പവിത്രനാണ് എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ അപവിത്രതയാണ്. ഞാൻ വളരെ ശുദ്ധാണെന്ന് വിചാരിച്ച അത് തന്നെ ഒരു അശുദ്ധിയാണ്. ഈ ഞാൻ ആരാണെന്ന് അറിയുമ്പോ നിങ്ങൾ വിചാരിക്കുകയല്ല, യു ടച്ച് വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി പ്യുവർ. അത് നിങ്ങളുടെ സ്വരൂപമാണ്, നിങ്ങളാണത്. അങ്ങനെ ഒരു പവിത്രതയെ നിങ്ങൾക്ക് സ്വായത്തമാക്കി തരുന്നത് കൊണ്ട് പവിത്രമിതം ഉത്തമം. ഇത് നമുക്കൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റും. പ്രത്യക്ഷ അവഗമം. ആചാര്യസ്വാമി പറഞ്ഞു സുഖാധിപത് പ്രത്യക്ഷം എന്ന് പറഞ്ഞു ഭാഷ്യക്കാരൻ. സുഖം പോലെയൊക്കെ പ്രത്യക്ഷം. നമുക്ക് അതൊക്കെ അറിയുള്ളൂ. ഇപ്പൊ ആത്മാന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇന്ന് രാവിലെ അത് പറഞ്ഞു. നമുക്ക് ചിലതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു കിട്ടുമ്പോൾ ഒരു സന്തോഷം വരും. അത് പ്രത്യക്ഷമല്ലേ? പുറത്തുള്ള വസ്തുവിനേക്കാളും പ്രത്യക്ഷം എന്താ? ഈ സുഖം അല്ലേ? ഒരമ്മയ്ക്ക് കുട്ടിയെ കാണുമ്പോൾ ഒരു സന്തോഷം വരണം. ആ സുഖം നിങ്ങൾക്ക് സന്തോഷം എന്താ? സന്തോഷം എന്റെ ഉള്ളിൽ വരണു. അത് കാണിച്ചു തരൂ നോക്കട്ടെ സന്തോഷത്തിന്. അത് കാണിച്ചു തരാനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നണമെന്ന് വെച്ചാൽ സ്വീകരിക്കാനൊന്നും പറ്റില്ല. ആളുകൾ പറയണത് ഞങ്ങൾക്കും കണ്ടാലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോ സുഖത്തിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഉറക്കം, ആ ഉറക്കത്തിനെ ഒന്ന് കാണിച്ചു തരൂ. ഒന്ന് കാണിച്ചൊന്നും കൊടുക്കാൻ മതി. നീ ഉറങ്ങുമ്പോ അറിയും. വിശപ്പ് മാറുക, സന്തോഷം ഉണ്ടാവുക, അതൊക്കെ തന്നെ ഉള്ളിൽ പ്രത്യക്ഷമാണ്, മനഃപ്രത്യക്ഷമാണ് അല്ലേ? മനസ്സിലുള്ള പ്രത്യക്ഷങ്ങളാണ് അതൊക്കെ. അതിനേക്കാളും ഒക്കെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അപരോക്ഷമാണ് ഈ ബ്രഹ്മവിദ്യ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയും അർജുന ഇതിന്റെ ഇഫക്റ്റ്. മറ്റുള്ളവർക്കല്ല, നിനക്കറിയാൻ കഴിയും. ശരീരത്തിന്റെ ഒക്കെ മറ്റുള്ളവർക്കേ കാണാൻ പറ്റുള്ളൂ. ചിലരൊക്കെ ചോദിക്കും എന്തിനാ ഈ ഭസ്മം ഇടുന്നത്, എന്തിനാ രുദ്രാക്ഷമാലയൊക്കെ ധരിക്കണത് എന്ന് ചോദിക്കും. അവരോട് പറയണത് ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം എനിക്കിപ്പോ കാണാനൊന്നും പറ്റില്ലല്ലോ. അത് ഹിപ്പോക്രസി അല്ലേ? ഇപ്പൊ ഹിപ്പോക്രസി ആയപ്പോ എന്താ കുഴപ്പം? ഇപ്പോ ഒരാള് നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ വളരെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ നന്നായിട്ടില്ല എന്നൊക്കെ പറയണതിന് പകരം ഇത്തിരി ഭാവമുള്ള, എല്ലാവർക്കും ഭാവമൊന്നും ഉണ്ടാവില്ലായിരിക്കും, ചിലർക്ക് ഭാവമുള്ളവർക്ക് ആ ഭസ്മം കാണുമ്പോൾ അല്ലെങ്കിൽ ഊർധ്വപുണ്ഡ്രം കാണുമ്പോൾ ഒരു തുളസിമാല, രുദ്രാക്ഷം, കാഷായം എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അവർക്ക് ഈശ്വരഭാവം ഉണ്ടാവുമല്ലോ അല്ലേ? അവർക്ക് അത് പരപ്രത്യക്ഷമാണ്. നമുക്ക് പ്രത്യക്ഷമല്ല അല്ലേ? ശരീരത്തിൽ നമ്മൾ എന്ത് മേക്കപ്പ് ഇട്ടാലും നമുക്കറിയാൻ പോണില്ലല്ലോ. മറ്റുള്ളവർക്ക് പ്രത്യക്ഷമാണ്, ഒന്നും കാണാൻ പറ്റില്ല. ശരീരം നമുക്ക് പ്രത്യക്ഷമേ അല്ല. നമ്മളുടെ ബോഡി കണ്ണാടി നോക്കി കുറെ അവിടെ എവിടെ ഒക്കെ ചെയ്യണു, പുറകുവശം എന്തുണ്ട് നമുക്കറിയില്ല. നമ്മളുടെ മുതുക് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. കണ്ണാടി നോക്കി എന്തൊക്കെയോ സൗന്ദര്യം വരുത്തി ആളുകളൊക്കെ ഞങ്ങളെ ലോകസുന്ദരിയായിട്ടും ലോകസുന്ദരനായിട്ടും ഒക്കെ ധരിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിരത്തിലേക്ക് ഇറങ്ങണത്. അത് പരപ്രത്യക്ഷമാണ്. നമുക്ക് നമ്മളുടെ സൗന്ദര്യം, ഫിസിക്കൽ ബ്യൂട്ടി അറിയാനേ പറ്റില്ല. പറ്റുമോ? എല്ലാവർക്കും അവരവർ ബ്യൂട്ടിഫുള്ളാണ്. അത് ആത്മാവിന്റെ ബ്യൂട്ടിയാണതേ. പക്ഷെ അത് നമുക്ക് ശരീരത്തിലെ എങ്ങനെയാണെങ്കിലും ഒരു സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുകയാണ് നമുക്ക്. അത് പരപ്രത്യക്ഷം. നേരെ മറിച്ച് മൈൻഡ് ലെവലിലേക്ക് വരുമ്പോ തന്നെ നമുക്ക് പ്രത്യക്ഷമാണ്, അത് പരപ്രത്യക്ഷമല്ല. മനസ്സിൽ വരുമ്പോ തന്നെ ഒരു സന്തോഷം വരണം, അത് എനിക്കാണ്. വിശപ്പ് മാറണത് എനിക്കാണ്, അത് എനിക്ക് പ്രത്യക്ഷമാണ്. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈ ഓൺ ഏരിയ. അതേപോലെ ആത്മാനുഭവം എന്ന് പറയുന്നത് പ്രത്യക്ഷ അവഗമം. ഭഗവാൻ പറഞ്ഞു പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയും. അത് വളരെ വിഷമായിരിക്കലോ. സുസുഖം കർത്തും, ഇത്രയും എളുപ്പമായിട്ടുള്ളതൊന്നുമില്ലടോ. ചെയ്യാൻ വളരെ സുഖമാണ്, വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് തമാശ. എന്താന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. ഇപ്പൊ നാമം ജപിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇരുന്ന് ഒരു നാമം ജപിക്കാൻ തുടങ്ങിയാൽ
നമുക്കതിലൊരു ഉത്സാഹം ഉണ്ടെങ്കിൽ അങ്ങനെ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു, ജപം ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് വെച്ചാൽ മനസ്സ് ഏകാഗ്രവും ശാന്തവും സുഖമായിരിക്കും. ബെനിഫിറ്റ് ഉണ്ട്, ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, പണച്ചെലവില്ല, പഠിക്കൊന്നും വേണ്ട, അത്ര എളുപ്പമാണ്. നാമം ജപിച്ചാൽ എന്ത് കിട്ടും? എനിക്കിതിൽ വിശ്വാസമില്ല. വെറുതെ ഒരു ആൽഫബറ്റ് പറഞ്ഞാൽ വല്ലതുമൊക്കെ കിട്ടുമോ? ഇതൊക്കെയാണ് ചോദ്യം. ആൽഫബറ്റ് ആണ് ഒരാൾ ചോദിച്ചതാണ് എൻ്റെ അടുത്ത്. ആൽഫബറ്റ് വെറുതെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ വല്ലതും കിട്ടുമെന്നാണ്. ഇതേ ആള് മെനക്കെട്ട് ലോകത്തിൽ പലതും സാധിക്കാനായിട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്നുണ്ട്. അപ്പോ സുസുഖം കർത്തും വളരെ എളുപ്പമാണെങ്കിൽ നമ്മൾക്ക് വേണ്ടാന്ന്. അതായത് ദുഃഖിക്കുക എന്നുള്ളത് പോലെ ഒരു ഹാബിറ്റായിട്ട് മാറിയിരിക്കുകയാണ് നമുക്ക്. സുഖം പലപ്പോഴും വളരെ എളുപ്പത്തിൽ സമ്പാദിക്കാവുന്നതാണ്, നമുക്ക് വേണ്ട. അതാണ് വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ പറഞ്ഞു, ആശ്ചര്യമാണ് ഈ മനുഷ്യന്റെ പ്രകൃതി. അമൃതം തട്ടിക്കളഞ്ഞിട്ട് വിഷം വാങ്ങിക്കുടിക്കണമെന്നാണ്. ധർമ്മം പ്രസംഗാദപിനാചരന്തി പാപം പ്രയത്നേന സമാചരന്തി ആശ്ചര്യമേതധി മനുഷ്യലോകേ അമൃതം പരിത്യജ്യ വിഷം പിബന്തി. ധർമ്മം പ്രസംഗാദപി ന ആചരന്തി പാപം പ്രയത്നേന സമാചരന്തി. ഒരു ബോംബ് വെക്കുക അല്ലെ, റെയിൽവേ പാളത്തിൽ ബോംബ് വെക്കുക, എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നോക്കൂ. പിടിക്കപ്പെട്ടാൽ ദണ്ഡാണ് ഉണ്ടാവുക. ഒക്കെ അറിഞ്ഞിട്ടും പ്രയത്നേന സമാചരന്തി, ഒരു ത്രില്ലാണ് അവർക്ക് ചെയ്യണത്. കുറെ ആളുകൾ മരിക്കണത് കാണാനും ഒക്കെ രുദ്രപാർഷദന്മാര് സംഹാര പാപം പ്രയത്നേന സമാചരന്തി ധർമ്മം പ്രസംഗാദപിനാചരൻ. ചെറിയ കാര്യം ഇരുന്ന് ധ്യാനിക്കാന്ന് വെച്ചാൽ അങ്ങനെ ധ്യാനിച്ചാൽ എന്ത് കിട്ടും? ഒരാള് വെറുതെ ചുമ്മാ ഇരിക്കുകയാണ്, പ്രകൃതി സൗണ്ട്. എന്താടോ നേരം കളയണത്? അയ്യോ സ്വാമി, ഞാൻ ഈ വെറുതെ പ്രകൃതിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള മടിയന്മാരെ കാരണമാണ് ഈ ഭാരതദേശം നന്നാവാത്തത്. നീ എന്താ ചെയ്യണത്? ഞാൻ കച്ചവടം ചെയ്യണം. എന്താ? അത് പറയാൻ പാടില്ല, അത് പറയാൻ കൊള്ളില്ല. അയാള് ലോക നന്മയ്ക്കായി എന്തോ പ്രവൃത്തി ചെയ്യാണെന്നാണ് വിചാരം. അപ്പോ സുസുഖം, അധ്യാത്മവിദ്യ വളരെ സുലഭാണ്. രമണ ഭഗവാൻ അതുകൊണ്ടാണല്ലോ പാടിയത്, അയ്യേ അതിസുലഭം ആത്മവിദ്യ, അയ്യേ അതിസുലഭം. ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ, ഒന്നും നേടിയെടുക്കാനില്ല, ഒന്നും ആവാനില്ല. എന്തു സുഖാണ്, ഗ്രേറ്റസ്റ്റ് റിലീസ്. അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഈ ബ്രെയിനാണ് നമ്മളുടെ വലിയ കുഴപ്പം. ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആദ്യം എടുത്ത് വെളിയിലിട്ടാൽ കുറെ സമാധാനം ഉണ്ടാവും. ഒരു സർജറിയൊക്കെ ചെയ്തിട്ട് അത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങണമെങ്കിൽ ഈ ബ്രെയിൻ അങ്ങോട്ട് അതിൽ ചില ഈ ഈ ചോദ്യമൊക്കെ ചോദിക്കണതൊക്കെ എടുത്ത് കളയണം. ഈ ഈ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ തന്നെ എടുത്ത് കുറെയൊക്കെ സമാധാനമാണ്, ശാന്തി ഉണ്ടാവും. എന്തേന്ന് വെച്ചാൽ സുസുഖം, വളരെ ലളിതം, സിമ്പിൾ, സരളം. ട്രൂത്ത് ഈസ് സോ സിമ്പിൾ ലൈക്ക് യുവർ ഓൺ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത്. നമ്മളുടെ എക്സിസ്റ്റൻസിനെ പോലെ സിമ്പിളായിട്ട് വല്ലതുണ്ടോ? നമ്മളുടെ ഇരിപ്പ്, നമ്മളുണ്ട്. ഉറങ്ങാൻ നമ്മൾ വല്ല പ്രയത്നം ചെയ്യണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രകൃതി തരുന്ന അനുഗ്രഹമാണല്ലേ. മിണ്ടാതെ നമ്മൾ കിടക്കണു, കുറെ നേരം മിണ്ടാതിരുന്നാൽ ഉറങ്ങിക്കോളും. പ്രകൃതി വിഡ്രോ ചെയ്ത് നമ്മളെ കുറച്ചു നേരത്തെ അതിന് നോക്കൂ. ആ ഒരു ചെറിയ പ്രകൃതിയുടെ ഒരു ചെറിയ അനുഗ്രഹത്തിൽ തന്നെ സമത്വമുണ്ട്. ആ ഒരു കടന്നു കഴിഞ്ഞ ആള് പാപിയാണോ, പുണ്യവാനാണോ, സന്യാസിയാണോ, സംസാരിയാണോ, ഒന്നും നോക്കാതെയാണ് അന്തര്യാമി ഉള്ളിലേക്ക് വലിക്കുന്നത് അല്ലേ? ആ സ്റ്റേറ്റിൽ പോയാൽ മാതാ അമാതാ ഭവതി, പിതാ അപിതാ ഭവതി, ഭ്രാതാ അഭ്രാതാ ഭവതി, വേദാഹ അവേദാഹ ഭവന്തി, ഭ്രൂണഹ അഭ്രൂണഹ ഭവതി എന്നൊക്കെയാണ് ശ്രുതി പറയണത്. അവൻ ഭ്രൂണഹത്യ ചെയ്തവനല്ല, അവൻ സ്തേനൻ കള്ളനല്ല,
അവൻ അമ്മയല്ല, അവൻ അച്ഛനല്ല, അവൻ വേദങ്ങളില്ല അവിടെ, ശാസ്ത്രങ്ങളില്ല അവിടെ, തീർത്ഥങ്ങളില്ല അവിടെ. സ്വം അപീതോ ഭവതി. അവന്റെ ഈഗോ അങ്ങോട്ട് മറഞ്ഞുപോയി, അവന്റെ വ്യക്തിത്വം പോയി. പിന്നെ എന്തുണ്ട്? സംപ്രസാദ, സംപ്രസന്നോ ഭവതി, പ്രസന്നമാണ്. അവിടെ തന്നെ നോക്കൂ, അന്തർയാമി സമത്വം തന്നു. അപ്പോ നീ കുറച്ചു നേരം മിണ്ടാതിരുന്ന ഞാൻ നോക്കിക്കോളാം എന്നുള്ള മെസ്സേജാണ് അതിലെ. പക്ഷെ ഇവൻ മിണ്ടാതിരിക്കാൻ നമ്മൾ തയ്യാറല്ല, നമുക്ക് ട്രസ്റ്റ് ഇല്ല, വിശ്വാസമില്ല. വളരെ ലളിതമായ വിദ്യയാണ് ഈ അധ്യാത്മവിദ്യ എന്ന് പറയുന്നത്. മെനക്കെടൊന്നുമില്ല. പക്ഷെ ആദ്യം ഈ അഹങ്കാരത്തിന്റെ വശങ്ങളൊക്കെ തേച്ച് തേച്ച് തേച്ചൊന്ന് പോളിഷ് ചെയ്ത് തയ്യാറാക്കണം. അതിനാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഭക്തി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ശ്രദ്ധ, വിശ്വാസം. ആദ്യം തന്നെ വിശ്വാസം വേണം. പരമ്പരയാ വിശ്വാസമാണ്. നോക്കൂ, നമ്മളുടെ മോഡേൺ നോളേജ് അവിടെയാണ് കട്ട് ചെയ്തത്. ആധുനിക വിദ്യാഭ്യാസം, നമുക്ക് പൂർവ്വ ഋഷികളുടെ വിദ്യാഭ്യാസം എന്താന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് അറിയും അച്ഛന് എന്നെക്കാളും അറിയാം, അച്ഛന് എന്റെ ഹിതം അറിയാം എന്ന് ചിന്തിച്ച് കുട്ടിക്ക് അച്ഛന്റെ അടുത്ത് ട്രസ്റ്റാണ്, മുത്തശ്ശന്റെ അടുത്ത് അതിനേക്കാളും വലിയ വിശ്വാസമാണ്. പരമ്പരയാ നമ്മളൊക്കെ പറയണത് ഋഷികളുടെ പരമ്പരയാണ് ഞങ്ങള്, ഞങ്ങളുടെ പരമ്പരയിൽ മഹർഷികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദ മോർ യു ഗോ ബാക്ക്വേർഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് നോളജ്, പെർഫെക്ഷൻ. ഇപ്പോ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ അച്ഛന് വിവരമില്ല, മുത്തച്ഛന് ഒട്ടും വിവരമില്ല, നിങ്ങളെ പാപത്തുനിന്ന് ജനിച്ചവനാണ്. അതൊക്കെ ഒരു വിധത്തിൽ അവർക്ക് ചേരും. എന്താന്ന് വെച്ചാൽ ഓസ്ട്രേലിയ, അമേരിക്ക, പല രാജ്യങ്ങളിലും പണ്ടൊക്കെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ തന്നെ ഉള്ള ഭയങ്കരമായ ആളുകളെയൊക്കെ എന്നുവെച്ചാൽ അവർ ഇരുത്തി പൊറപ്പിക്കാൻ വയ്യാത്ത കൊള്ളക്കാരെയൊക്കെ അങ്ങടേക്ക് പറഞ്ഞയച്ചതാ. അവര് കൊണ്ടുപോയി കെട്ടുപടുത്തിട്ടുള്ള ഒരു കൾച്ചറാണ്. അതുകൊണ്ട് പുറകേട്ട് ചിന്തിച്ചാൽ ഞങ്ങളുടെ മുത്തശ്ശൻ ഒരു പിറേറ്റായിരുന്നു, ഒരു കൊള്ളക്കാരനായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞ്, അവർക്ക് അങ്ങനെ പറയാൻ ഒക്കുള്ളൂ. വസിഷ്ഠനായിരുന്നു, വാമദേവനായിരുന്നു, വിശ്വാമിത്രനായിരുന്നു പറയാൻ പറ്റില്ല. പോട്ടെ, അത് നമുക്ക് വിഷയമല്ല അവിടെ. അപ്പോ എന്തിനാ പറയണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ആ ശ്രദ്ധ, ഭക്തി, ആ പരമ്പരയിലുള്ള നമ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശ ഋഷിഭ്യോ നമോ മഹദ്ഭ്യ. അല്ലേ, ഒരു സയൻസ് പഠിക്കുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനെ നമസ്കരിച്ചിട്ട് ഫിസിക്സ് പഠിക്കുന്നുണ്ടോ? ന്യൂട്ടനെ എന്നുവെച്ചാൽ ചെയ്യേണ്ടതാണ്. അത് ആ സയൻസ് ഭാരതത്തിലാണ് വന്നിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മളുടെ വേൾഡ്ലി നോളേജില് നമ്മളിപ്പോ പറയണ വിദ്യയിൽ പോലും നന്ദി എന്നുള്ളത് ഇല്ല, ഇല്ലേ? നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലവലേശമില്ല. ആ ക്വാളിറ്റി, റിഫൈൻമെന്റ് അത് ആദ്യം വേണം. അതുകൊണ്ട് ബ്രഹ്മവിദ്യയ്ക്ക് പ്രവേശിക്കുമ്പോൾ നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശ ഋഷിഭ്യോ നമോ മഹദ്ഭ്യ എന്ന് പറഞ്ഞാണ് വിദ്യാ പാഠം തന്നെ ആരംഭിക്കാം, വംശ ഋഷികളെയൊക്കെ സ്മരിച്ചുകൊണ്ട്. അപ്പോ ഭഗവാൻ തന്നെ ഈ വിദ്യയെ പറയുമ്പോൾ അങ്ങനെയാണ് പറയണത്. ഇവിടെ ഭഗവാൻ പറഞ്ഞു പ്രത്യക്ഷമായി അറിയാൻ കഴിയും, സുസുഖം കർത്തും. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, മാത്രമല്ല ഇതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ അവ്യയം, തീരുകയൊന്നുമില്ല. ലോകത്തിലുള്ള ഏത് വിദ്യയുടെയും റിസൾട്ട് തീർന്നു പോകും. ഇത് ഇൻഎക്സോസ്റ്റിബിൾ റിസോഴ്സാണ്, എടുത്താൽ തീരില്ല. എന്താണെന്ന് വെച്ചാൽ അനന്തമാണ്. ആകാശകൽപ്പജ്ഞാനം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഭഗവാൻ ഇവിടെ പറഞ്ഞു, അർജുന ഈ വിദ്യ നീ സ്വീകരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് തീർന്നു പോവുകയേ ഇല്ല. അതഃ ശ്രദ്ധേയം ആത്മജ്ഞാനം. ആചാര്യസ്വാമി പറഞ്ഞു, അതുകൊണ്ട് ഈ ആത്മജ്ഞാനത്തില് നിനക്ക് ശ്രദ്ധ ഉണ്ടാവട്ടെ, ആത്മവിദ്യയിൽ ശ്രദ്ധ ഉണ്ടാവട്ടെ. നമുക്കിതൊക്കെ ഈ വിദ്യയൊന്നും സമൂഹത്തില് നമുക്ക് പുറത്തെവിടെയും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വിദ്യ പ്രചരിക്കുന്നത്. ഇത് ശ്രദ്ധാഭക്തിയോടെ സ്വീകരിച്ച് നമ്മൾ ഗീത ദിവസം വീട്ടിൽ വെച്ച് പാരായണം ചെയ്തുകൊണ്ട് അമ്മമാരൊക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അറ്റ്ലീസ്റ്റ് അത് പൂർണ്ണമായി പ്രകാശിച്ചിട്ടില്ലെങ്കിലും
ഈ ഒരു ഭഗവത്ഗീത പരമ്പരയെ നമ്മൾ നിർത്തണം. ഇതേത് ഗുരുപരമ്പരയിൽ വന്നുവോ അതൊക്കെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗ്യം കിട്ടിയിരിക്കണമല്ലോ, ഈ വിദ്യ കിട്ടിയിരിക്കണമല്ലോ എന്നുള്ള ഒരു ഭാവം നമ്മളുടെ ഉള്ളിൽ വേണം. ഈഗോ ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, ലൗകിക മനുഷ്യന്. പക്ഷെ ആ ഈഗോ സത്വമാണോ രജസ്സാണോ തമസ്സാണോ എന്നുള്ളതാണ് മുഖ്യം. സത്വഗുണത്തിന്റെ ഈഗോ ഉണ്ടെങ്കിലേ ക്രമേണ രജോ ഗുണവും തമോ ഗുണവും പോയി ജ്ഞാനം ഉണ്ടായി സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മളുടെ ഈഗോ വേണം, അതൊരു എനർജിയാണ്, അതൊരു ഫോഴ്സാണ് ഈഗോ എന്ന് പറയുന്നത്. അതിനെ ഈ വിദ്യയിൽ കൊണ്ടുവയ്ക്കണം. എന്റെ മകൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, അമേരിക്കയിലെ പോയി, അയാൾ IT കമ്പനിയിലാണ്, വലിയ ആളാണ് എന്ന് അഭിമാനിക്കുന്നതിന് പകരം ഈ പരമ്പരയിൽ ഭഗവത്ഗീത എല്ലാവരും പഠിച്ചിട്ടുണ്ട്, വേദാന്ത വിദ്യ എല്ലാവർക്കും അറിയാം, ഈ ഉയർന്ന പരമ്പരയിൽ നമ്മൾ വന്നിട്ടുണ്ട്. രമണ മഹർഷിയും രാമകൃഷ്ണ പരമഹംസരും ഒക്കെ നമ്മൾ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ശങ്കരാചാര്യരും ഒക്കെ നമ്മൾ ആ ഋഷി പരമ്പരയൊക്കെ നമ്മൾ ഓർത്തുകൊണ്ട് ആ പരമ്പരയുടെ അഭിമാനം വേണം. എന്നാലേ അഭിമാനത്തിനെ കടക്കാൻ പറ്റുള്ളൂ. സാത്വികമായ അഭിമാനം ഉണ്ടെങ്കിലേ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും കടക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ആ അഭിമാനം ഒരു എനർജിയാണ്. നമുക്ക് അഭിമാനം എവിടെങ്കിലും വെക്കും, ആ അഭിമാനത്തിനെ ബ്രഹ്മവിദ്യയിൽ വെക്കാം. അപ്പൊ എന്താന്ന് വെച്ചാൽ അത് ബ്രഹ്മവിദ്യ വിഴുങ്ങിക്കളയും. ആ അഭിമാനത്തിനെ, അഭിമാനിക്കണവനെ തന്നെ വിഴുങ്ങിക്കളയും. അതാണ് ഈ വിദ്യയെ 2 ശ്ലോകം കൊണ്ട് ഭഗവാൻ തന്നെ സ്തുതിച്ചത്. എന്നുവെച്ചാൽ ഈ വിദ്യയുടെ മഹിമ നിങ്ങൾക്ക് അറിയണമെന്നാണ്. ഈ വിദ്യയുടെ മഹിമ നമ്മൾക്ക് ബോധ്യമാവണം. ഈ ഗ്രന്ഥത്തിനോട് ഒരു ഭക്തി ഉണ്ടാവണം, ഈ വിദ്യയോട് ഒരു ഭക്തി ഉണ്ടാവണം. അതിനാണ് ഇത്രയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അപ്പോഴേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. ഭക്തി ഉണ്ടാവുമ്പോഴേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. ഒരു ബഹുമാനം ഉണ്ടാവുമ്പോഴേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. ആ ശ്രദ്ധയില്ലെങ്കിൽ എവറിത്തിങ് ഇസ് ലോസ്റ്റ്. ശ്രദ്ധയാണ് നമ്മളുടെ സെന്റർ. അടുത്ത ശ്ലോകം നോക്കൂ. അശ്രദ്ധദാനാഃ പുരുഷാഃ ധർമ്മസ്യാസ്യ പരന്തപാം അപ്രാപ്യ മാം നിവർത്തന്തെ മൃത്യുസംസാരവർത്തുമനി. അശ്രദ്ധദാനാഃ പുരുഷാഃ. ഹേ അർജുന, ശ്രദ്ധയില്ലാത്ത മനുഷ്യര്, അശ്രദ്ധദാനാഃ പുരുഷാഃ ശ്രദ്ധാവിരഹിതാഃ ആത്മജ്ഞാനസ്യ ധർമ്മസ്യ അസ്യ സ്വരൂപേ തത്ഫലേ ച നാസ്തികാഃ പാപകാരിണഃ അസുരാണാം ഉപനിഷദം ദേഹമാത്രാത്മദർശനമേവ പ്രതിപന്നാഃ ആസുതൃപഃ പാപാഃ പുരുഷാഃ അശ്രദ്ധദാനാഃ. ആചാര്യസ്വാമികൾ അശ്രദ്ധദാനാഃ എന്നുള്ളതിന് വ്യാഖ്യാനം എഴുതി അസുരന്മാരുടെ ഉപനിഷത്ത് പഠിച്ചവരുന്നു. അസുരന്മാരുടെ ഒരു ഉപനിഷത്ത് എന്താ? ദേഹമാത്രാത്മദർശനം. ഈ ദേഹം മാത്രമേ ഉള്ളൂ, ഭാഗ്യമൊക്കെ വെറുതെയാണ്, മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് ദേഹത്തിനെ നല്ലവണ്ണം നോക്കുക. മരിച്ചു കഴിഞ്ഞാലും അതിന് വേണ്ടതൊക്കെ ചെയ്യണം. അതിന് പലവിധത്തിലെ അലങ്കാരങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ നോക്കൂ, ചില രാജ്യങ്ങളിലൊക്കെ 2000 വർഷം മുമ്പുള്ള ഒരാളെ പൊക്കിയെടുക്കണം. ഇപ്പോ ശവമൊക്കെ കുഴിച്ച് നല്ലവണ്ണം കേടുവരാതാക്കി വെച്ചിരിക്കുകയാണ്. അസുരാണാം ഉപനിഷത്ത് എന്നാണ്. അങ്ങടൊക്കെ ധാരാളം ഉണ്ട്. അത്ര അസൂർ അബ്ദുള്ള, അസൂർ അലിഖാൻ എന്നൊക്കെ ധാരാളം പേരുണ്ടെന്നാണ്. അങ്ങനെ തന്നെ ഉണ്ടെന്നാണ്, വെറുതെയല്ല, അങ്ങനെ തന്നെ പേരുണ്ടെന്നാണ്. അപ്പോ അസുരാണാം ഹി ഉപനിഷത്ത്. അസുരൻ എന്ന് വെച്ചാൽ മോശമായ ആളെന്ന് അർത്ഥമൊന്നുമില്ല. ദേവന്മാരും അസുരന്മാരും ഒരേ അച്ഛന്റെ മക്കളാണ്. 2 അമ്മമാരത്രയേ ഉള്ളൂ. ഇവർക്ക് ചില ഗുണങ്ങൾ, അവർക്ക് ചില ഗുണങ്ങൾ, അത്രയേ ഉള്ളൂ. ഇവര് സുരാഹ തേ അസുരാഹ, അത്രയേ ഉള്ളൂ. അവര് നമ്മൾ അസുരൻ എന്ന് വെച്ചാൽ രാക്ഷസൻ എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെയൊന്നും അർത്ഥമൊന്നുമില്ല. അസുരന്മാരിലാണല്ലോ പ്രഹ്ലാദനൊക്കെ വന്നിരിക്കുന്നത്, അല്ലേ, വൃത്രനൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മഹാത്മാക്കളുണ്ട് അസുരന്മാരുടെ ഇടയിലും. ദേവന്മാരൊക്കെ നല്ലവരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അസുരന്മാരുടെ ബേസിക്കായിട്ടുള്ള പ്രചാരം ശരീരമാത്രാത്മദർശനം. അവർക്ക് ചില ധർമ്മമൊക്കെ ഉണ്ട്. ആ ധർമ്മമൊക്കെ ഉണ്ട്, കുറച്ച് ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ അവർക്ക് ധർമ്മമുണ്ട്. ശരീരത്തിനെ
സുഖിപ്പിക്കാൻ വേണ്ടതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അതിലാണ് അവരുടെ ശ്രദ്ധ. അതിലധികമായ ആത്മവിദ്യയിൽ അവർക്ക് ലക്ഷ്യമൊന്നുമില്ല. അതിൽ അശ്രദ്ധയാണ്. ഔപനിഷദമായ വിദ്യയിൽ അശ്രദ്ധയാണ്. വാസ്തവത്തിൽ നോക്കൂ, നമ്മളുടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ ഗവൺമെന്റ്, നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒക്കെ അസുരന്മാരുടെ ഉപനിഷത്താണ്. ഇവിടെ ഒന്നും ആ വിദ്യക്കൊന്നും വിലയേ ഇല്ല അല്ലെ? ഇത്രയും വലിയൊരു വിദ്യ ഉണ്ടായിരുന്നിട്ട് ലോകത്തിൽ വല്ലത് അറിയോ? ശരീരത്തിനെ എങ്ങനെ നന്നാക്കാം, നല്ല പരമ്പരയാ വേദവിദ്വാൻമാര് ജനിച്ച കുടുംബത്തിലെ പെൺകുട്ടികള് ബാർബർ ഷോപ്പ് തുടങ്ങി നടത്തുകയാണ്. അതിന് പേര് മാത്രം ബ്യൂട്ടി പാർലറിന് പേര്, എത്രയുള്ളൂ. എന്താന്ന് വെച്ചാൽ ശരീരത്തിനെ എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാമെന്നാണ്, എത്ര സൗന്ദര്യം വരുത്താം. അതുകൊണ്ടിപ്പോ ഒരു ഗുണമുണ്ട്. എന്താ എത്ര വയസ്സായി എന്ന് ആരെ കണ്ടാലും മനസ്സിലാവണില്ല. തല നരയ്ക്കാന്നുള്ള പരിപാടിയില്ലേ, ഒന്നും കണ്ടാൽ മനസ്സിലാവണില്ല. ചിലരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വയസ്സായ ഒരു ലക്ഷണമൊക്കെ ഉണ്ടാവും അല്ലേ? വയസ്സായ അതിനൊരു സൗന്ദര്യമുണ്ട്. ഇതിപ്പോ രണ്ടും കെട്ടാനാണ്. ഇത് പൂച്ചയാണോ നായാണോ ഒന്നും പറയാൻ പറ്റില്ല, രണ്ടും കെട്ട. അപ്പോ ഇതൊക്കെ അസുരന്മാരുടെ വിദ്യയാണത്രേ. അവർക്ക് ഇങ്ങനത്തെ കൗശലങ്ങളൊക്കെ ഉണ്ട്. രാവണനെ എപ്പ കണ്ടാലും ചെറുപ്പക്കാരനാണെന്നാ പറയണത്. ഹനുമാൻ തന്നെ പറയണ്ടത്. അപ്പൊ അവർക്കിങ്ങനെ പല വിദ്യകളുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അസുരാണാം ഉപനിഷത്ത് ദേഹമാത്രാത്മദർശനം പ്രതിപന്നാഹ. ദേഹത്തിനെ തന്നെ ആത്മാവെന്ന് ദർശിച്ച്, ദേഹത്തിനെ നോക്കരുതെന്നാണോ അർത്ഥം? അങ്ങനെയല്ല. വേദം തന്നെയാണ് ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ട ആയുർവേദാദി ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നത് അല്ലേ? പക്ഷേ ശരീരം മാത്രമാണ് ധരിക്കേണ്ടതെന്ന് എന്നുള്ളതും വേദം പറഞ്ഞു തന്നു. ഇത് ശരീരമാത്രാത്മദർശനം. അപ്പൊ എന്താ, ഒരു വയസ്സ് കഴിയുമ്പോ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, ഒന്നും നേടിയെടുക്കാനില്ല, ഒരു ലക്ഷ്യവുമില്ല. ഈ ലോകത്തിലത്തെ കാര്യങ്ങളൊക്കെ അവസാനിച്ചു. ഇപ്പൊ ആർക്കും നമ്മളെ വേണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തൊക്കെയോ ചെയ്തു നോക്കണു, സന്തോഷമൊന്നും വരില്ല. അവർക്ക് ഈ വേദാന്തം എന്നൊക്കെ പറഞ്ഞ അതൊന്നും എനിക്കായിട്ടില്ല എന്നാണ്. ഇനി എത്ര വർഷം കിടക്കണു, ശതാവിഷയം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്ന്. ഇനി എത്ര വർഷം കിടക്കണം. അശ്രദ്ധദാനാഹ പുരുഷ. നിന്റെ വേദാന്തമൊന്നും എന്റെ അടുത്ത് പറയരുത് കേട്ടോ എന്നാണ്. എനിക്കിതൊന്നും വേണ്ട. ചിലർക്ക് ഇതിനോട് വല്ലാത്ത ദേഷ്യമാണ്. ഇതൊന്നും പറയരുത്. ചില ഭാഗവത സമ്പ്രദായക്കാർക്ക് ഇത് കേട്ടാ കലിയിളകും. അവർക്കറിയണില്ല അവര് പറയണത് അസുരവിദ്യയാണെന്ന്. ബ്രഹ്മവിദ്യ കേട്ടാ ദേഷ്യം വരും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഭാഗവതം പറയണവരാണ്. ഭാഗവതം മുഴുവൻ സർവവേദാന്ത സാരം ബ്രഹ്മാത്മൈകത്വ ലക്ഷണം എന്ന് പറയുന്ന ശാസ്ത്രം പറയുന്ന സ്ഥലത്ത് അവർക്ക് വേദാന്തമൊക്കെ കേട്ടാ ദേഷ്യം വരും. ഒരു തന്നെ സൂക്കേടാണെന്നാണ് ഒരു ഭാഗവതക്കാരൻ പറയണത് ഈ വേദാന്തം. അസുരാണാം ഹി ഇത് ഉപനിഷത്ത് എന്നാണ്. അസുരന്മാരുടെ ഉപനിഷത്ത് പഠിച്ചിട്ടുള്ളവരാണത്ര അവരൊക്കെ. ദേഹമാത്രാത്മദർശനം പ്രതിപന്ന. അവര് അശ്രദ്ധദാന. ഈ ബ്രഹ്മവിദ്യയോട് അവർക്ക് ശ്രദ്ധയില്ല, ബഹുമാനമില്ല, ആദരവില്ല. ഇതിപ്പോ നമുക്കുള്ളതൊന്നും അല്ല, ഇത് കുറച്ച് സന്യാസികൾക്ക് മാത്രമാണ്. അതിനുവേണ്ടിയാണ് ഭഗവാൻ രാജവിദ്യ എന്ന്. എന്താ രാജവിദ്യ? രാജ്ഞാം രാജഋഷീണാം വിദ്യ. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേപ്രാഹ മനുരിക്ഷ്വാഗവേ ബ്രവീദ് ഏവം പരമ്പരാപ്രാപ്തമിമം രാജഋഷയോ വിദുഹു. രാജഋഷികൾ പരമ്പരയായി അറിഞ്ഞുകൊണ്ടുവന്ന വിദ്യയാണ്. ഈ വിദ്യയൊക്കെ തന്നെ രാജ്യം ഭരിക്കണവരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ നന്നാവുമായിരുന്നു. സത്യം ഉണ്ടാവും, ധർമ്മം ഉണ്ടാവും. അതൊക്കെയാണ് തപസ്സേ. ശ്രുതി പറയണത് തപസ് ഇതാണെന്നാണ്. ഉപനിഷത്ത് തന്നെ, കേനോപനിഷത്ത് പറയുന്നു തപസ് എന്താണ്? ഇവന് ശ്രദ്ധ, തപസ്, ശ്രദ്ധ, സത്യം, ഇതൊക്കെയാണ് തപസ്. ഈ തപസ്സൊക്കെ ഉണ്ടെങ്കിലേ ബ്രഹ്മവിദ്യ ഉണ്ടാവുള്ളൂ. അപ്പോ ഇവന് രാജ്യം ഭരിക്കുന്ന ആളുടെ അടുത്ത് ഈ ബ്രഹ്മവിദ്യ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എത്ര നന്നാവും അല്ലേ? ഇത് നമ്മൾ ഒരാളെ തെറി വിളിക്കുന്നത് തന്നെ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞിട്ടാണ്. അത്രയ്ക്ക് നീചമായി പോയിരിക്കണമെന്നർത്ഥം.
എന്നുവെച്ചാൽ നോബിൾ ബ്ലഡഡ് എന്നാണ് പഴയ കാലത്ത് ആ പരമ്പര. അങ്ങനെയൊക്കെ. എന്നിട്ട് തന്നെ ഒരു കംസനും ഹിരണ്യകശിപുവും പലരും ഒക്കെ വന്നു. എന്താണെന്ന് വെച്ചാൽ പവർ എന്ന് പറയുന്നത് കള്ളിനേക്കാളും ഭയങ്കര ഡ്രഗാണ്, കഞ്ചാവിനേക്കാളും ഭയങ്കരമായ ഡ്രഗാണ് പവർ. ഒരു പവർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ അയാളുടെ ഉള്ളിൽ പ്രൊട്ടക്ഷനുള്ള ഒരു വിദ്യ ഇയാളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഇയാൾ നിശ്ചയമായിട്ട് അസുരനാവും. ചെറിയൊരു കസേര കിട്ടിയാൽ മതി, ആളുടെ സ്വഭാവം മാറും. അല്പന് സ്വല്പം കിട്ടിയാൽ പാതിരാക്കി കൊട പിടിക്കുന്നു പറയും നമ്മുടെ ഒരു ചൊല്ലുണ്ട് അല്ലേ, കണ്ടിട്ടുണ്ട്. ഈയിടെ എനിക്ക് അറിയണ ഒരാള് തൊട്ടും തൊടാതെയൊക്കെ പറയപ്പോ ഒന്നും ആരെയും പറയണില്ല നമ്മള്. അയാൾക്ക് മുമ്പ് കാണുമ്പോഴൊക്കെ തന്നെ ഓച്ചാനിച്ചു നിൽക്കും. സ്വാമി എപ്പോ വന്നു അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കും. അയാൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചെയർ കിട്ടി. അടുത്ത പ്രാവശ്യം എന്നെ കാണുമ്പോ ഒരു ക്ഷണത്തിൽ വളരെ ഇമോഷണൽ പേഴ്സൺ ആയതുകൊണ്ട് പെട്ടെന്ന് ടോണൊക്കെ മാറി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ എവിടെ നിന്ന് ഇറക്കി വിട്ടു. അപ്പൊ അടുത്ത പ്രാവശ്യം അതേ ഭക്തി, ഈ വിക്രമാദിത്യ സിംഹാസനം പോലെ ആ കുന്നിന്റെ മേലെ കയറിയ സ്വഭാവം ഇറങ്ങി പ്രത്യക്ഷമായിട്ട് കണ്ടു. ആ പവർ എന്ത് ചെയ്യും, ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആളുടെ സ്വഭാവം മാറുക. ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ജ്ഞാനത്തിന് അനുകൂലമായി നമ്മൾ പലപ്പോഴും എല്ലാ പൊസിഷനും ഉപേക്ഷിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ എല്ലാം ഡേഞ്ചറസ് ആണ്. ഇപ്പൊ ഇതുപോലൊരു സീറ്റ് മൈക്ക് കുറച്ചുപേരെ കിട്ടിയാൽ തന്നെ കുഴപ്പങ്ങളൊക്കെ വരും. അത് വരാതിരിക്കണമെങ്കിൽ അത്രയധികം വലിയ അനുഗ്രഹമാണ്. അപ്പോ ഇതൊക്കെ തന്നെ ഈ കുഴപ്പങ്ങളില്ലാതിരിക്കാൻ രാജഋഷികളൊക്കെ വിദ്യ അറിഞ്ഞവരായിരുന്നു എന്നാണ്. ജനകന്റെ സദസ്സിലൊക്കെയാണ് ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഈ ബ്രഹ്മവിദ്യ ഡിസ്കഷനൊക്കെ നടക്കുന്നത്. കാട്ടിലൊന്നുമല്ല, ജനക മഹാരാജാവിന്റെ സഭയില്. ജനകനാണ് അത് നടുവില്, രാജാവിന്റെ സഭയാണ്, രാജസഭയാണ്. ചിലരോടൊക്കെ ഇപ്പോ ബിസിനസ് മാനേജ്മെന്റിന് വേണ്ടിയല്ല ഭഗവത്ഗീത ഞാൻ പറയാറുണ്ട് അല്ലെ, കളിയാക്കാറുണ്ട്. പക്ഷെ എല്ലാ ഫീൽഡിലും ഈ വിദ്യ വേണം. ഒരു വശത്തെ പറയാറുണ്ട്, എന്താന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കണം. ഈ വിദ്യ എവിടെയും വേണം. ഈ വിദ്യ എടുത്തുകൊണ്ടാണ് ഒരു കബീർ, തുണി നെയ്ത്തുകാരനായ ഒരു കബീർ ജ്ഞാനിയായിട്ടിരുന്നത്. ഒരു ബാർബർ, സേനാനായി എന്ന് പറയുന്ന ബാർബർ, സേനാനായി തന്നെ പേര്, ക്ഷുരകൻ തന്നെ, ബാർബർ, അയാള് ജ്ഞാനിയായിരുന്നു. ഒരു സ്വർണ്ണ പണിക്കാരൻ നരഹരി സോനാർ, അയാള് ജ്ഞാനിയായിരുന്നു. ഒരു ചെരുപ്പ് കുത്തി രൈദാസ് ജ്ഞാനിയായിരുന്നു. ഒരു പലചരക്ക് കച്ചവടക്കാരൻ തുക്കാറാം ജ്ഞാനിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ തെക്കൻ കേരളത്തിൽ ഒരു ആശാരി ഉണ്ടായിരുന്നു, വലിയ ജ്ഞാനിയായിരുന്നു. ആശാരിയായിട്ട് തന്നെയായിരുന്നു ജീവിതം മുഴുവനും. അദ്ദേഹത്തിന്റെ കൃതി ഒരിക്കലും കണ്ടിട്ട് ബാലകൃഷ്ണൻ നായർ സാർ അതിന് വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആശാരിയായിട്ടിരുന്നു ജീവിതം മുഴുവൻ. അതിന് ബാലകൃഷ്ണൻ നായർ സാറുടെ വ്യാഖ്യാനമുണ്ട്. ഈ പ്രൗഢാനുഭൂതി വ്യാഖ്യാനിച്ച് ബാലകൃഷ്ണൻ നായർ തന്നെ അതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പൊ അധികം കിട്ടാനില്ല, അതിന്റെ പേര് പോലും എനിക്ക് മറന്നുപോയി. ജീവിതം മുഴുവൻ ആശാരിയായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം. അങ്ങനത്തെ കഥകളൊക്കെ കുറച്ച് വരണം. എന്നുവെച്ചാൽ ഈ വിദ്യ കിട്ടിയ ഉടനെ ഞാൻ മൈക്ക് പിടിച്ച് പ്രസംഗിക്കണമെന്നൊന്നുമില്ല. ഈ വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്റെ പേരിൽ ഒരു ആശ്രമം തുടങ്ങണം, ആശാരി പണി നിർത്തിയിട്ട് ഞാൻ എന്റെ പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാമെന്നും തുടങ്ങിയില്ല. ഈ വിദ്യ കിട്ടിയതോടുകൂടെ ഞാൻ ഡോക്ടറായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇനി ഡോക്ടർ പണിയൊക്കെ നിർത്തിയിട്ട് ശ്രീമദ് ഡോക്ടറാനന്ദ സ്വാമികൾ എന്നൊരു പേരൊന്നും വേണ്ട. ഒന്നും വേണ്ട. ഇത് നോക്കൂ, ഈ വിദ്യയുടെ കൂടെ വളരെയധികം റെസ്പെക്ടബിലിറ്റിയെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുഴപ്പമാക്കിയിരിക്കാം. ഒരു വശത്ത് ആദരവ് ഭക്തി വേണം, അത് കാര്യം വേറെ. പക്ഷെ അതേ സമയം നോക്കൂ, അത് മറ്റുള്ളവർക്ക് ആദരവ് വേണം. പക്ഷെ ഈ ആദരവ് കിട്ടാൻ വേണ്ടി ഈ വിദ്യയുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുന്ന ആളുകളും ഒരുപാടാവും. അപ്പൊ എന്താ വിദ്യ അശുദ്ധം? അതാണ് ആചാര്യസ്വാമി ഗീതാഭാഷ്യം തുടങ്ങുമ്പോൾ പറയണത്, ബ്രാഹ്മണത്വം രക്ഷിച്ചാലേ ഈ സനാതനധർമ്മത്തിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ബ്രാഹ്മണത്വസ്യ ഹി രക്ഷണേ രക്ഷിതോ സ്യാത് വൈദികോ ധർമ്മ.
അപ്പൊ ബ്രാഹ്മണത്വം നല്ലവണ്ണം നോക്കണം. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയോ ഒരു കാസ്റ്റോ അല്ല. ബ്രാഹ്മണത്വം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം. ഈ ബ്രഹ്മവിദ്യാത്വമാണ് ബ്രാഹ്മണത്വം. അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഗീതയെ ഉപദേശിച്ചത്. ഈ ബ്രാഹ്മണത്വം എങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ചാൽ അനുഷ്ഠാതൃണാം കാമോദ്ഭവാത് ഹീയമാനേ ധർമ്മേ. അനുഷ്ഠാനം ചെയ്യുന്നവർ, ഈ വിദ്യയെ അറിഞ്ഞവർക്ക് പല വിധത്തിലുള്ള മോട്ടീവ് അതിന്റെ പുറകിൽ വന്നതുകൊണ്ട്, ആഗ്രഹങ്ങൾ അതിന്റെ പുറകിൽ വന്നതുകൊണ്ട്, ഇതുകൊണ്ട് വേൾഡ്ലി ആയിട്ട് വല്ലതും പലരും പ്രസംഗിക്കാനൊക്കെ പുറപ്പെടുമ്പോഴൊക്കെ തന്നെ നല്ല ഉദ്ദേശത്തോടുകൂടെ പുറപ്പെടുന്നു. അത് കഴിഞ്ഞാൽ കുറച്ച് പണം വന്നു കഴിഞ്ഞാൽ, ഈ പണം എന്താന്ന് വെച്ചാൽ മണി ബ്രീഡ്സ് മണി എന്ന് പറയും. പണം വന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഒരു കെട്ടിടം കെട്ടും. പിന്നെ ആ കെട്ടിടം പണി തീർന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ പണത്തിന് വേണ്ടിയിട്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പോ ആരാണോ സ്വയമേവ രാജാവായിട്ട് സമ്രാടായിട്ട് ഇരിക്കേണ്ട ആള് ബാക്കിയുള്ളവന്റെ മുമ്പിൽ, വലിയ വലിയ പണക്കാരുടെ മുമ്പിൽ ഭിക്ഷാപാത്രവുമേന്തി നിൽക്കേണ്ട ഒരു ഗതികേട് ഈ ബ്രഹ്മവിദ്യ കൊണ്ടുവരാൻ പാടുവോ? ഒരു വലിയ പണക്കാരനെ കണ്ട് ഇവൻ അവന്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങി വെച്ച് നീ പറയൂ, അയാൾക്കൊക്കെ മണിയടിച്ച്, അപ്പൊ ഈ വിദ്യക്ക് ബലം ഉണ്ടാവോ? ഈ അറിയണവൻ സമ്രാടാണ്, രാജാവാണെന്നാണ്. അവനൊന്നിനും ചോദിക്കാൻ പാടില്ല. അവനൊന്നിന്റെയും ആവശ്യമോ ചോദിക്കാനോ ഒന്നുമില്ല. എതിർച്ചയാ വരും. അവന്റെ പുറകെ ലക്ഷ്മി നടക്കും, അവന്റെ പുറകെ ഐശ്വര്യം നടക്കും, അവന് വേണോ നടക്കും. വിവേകാനന്ദ സ്വാമികൾ ഒരിടത്ത് പറയണു, മൈ വർക്ക് എന്ന് പറഞ്ഞൊരു പ്രസംഗം. അതിൽ പറയണു, ഈ ഭാരതത്തിൽ പല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോ മണി ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്, ഇറ്റ് വിൽ ഫാൾ ഡൗൺ ഫ്രം ദ ഹെവൻസ് ബിക്കോസ് ഐ വാണ്ട് ഇറ്റ് എന്ന് പറയണ്ട. ശങ്കരാചാര്യർ വിളിച്ചപ്പോ കനകമഴ വന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? പക്ഷെ ശങ്കരാചാര്യർ തനിക്ക് വേണ്ടിയല്ല വിളിച്ചത്, വേറെ ആരോടോ കരുണ കൊണ്ടാണ് പറഞ്ഞത്. അംഗം ഹരേഹേ പുളകഭൂഷണമാശ്രയന്തി. ഇപ്പൊ പലരും അത് കാണാപാഠം പഠിച്ച് കൂരയിൽ നോക്കിക്കൊണ്ടേയിരിക്കാണ്. വല്ല പല്ലിയോ വല്ലതും വീഴും, ഒരു പൈസ വീഴില്ല. എന്താന്ന് വെച്ചാൽ ആഗ്രഹമുള്ളവന് ഒന്നും നടക്കില്ല. ഇതിന്റെ സീക്രട്ട് തന്നെ അതാണ്. ആഗ്രഹം ഉണ്ടോ നടക്കില്ല. നിങ്ങൾ ആഗ്രഹം ഉപേക്ഷിക്കുകയോ ഒക്കെ പുറകെ വരും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടോ വേണ്ട. ഭഗവാന്റെ കൂടെ പോകുന്നവന്റെ പുറകെ ലക്ഷ്മി വരും എന്നാണ്. ലക്ഷ്മിയുടെ പുറകെ പോണവനെ ലക്ഷ്മി തിരിഞ്ഞേ നോക്കില്ല. അതാണ് അതിന്റെ സ്വഭാവം. അപ്പോ ഈ ബ്രഹ്മവിദ്യ സ്വയം നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യം തരുന്ന ഈ വിദ്യ ശ്രദ്ധിക്കപ്പെടേണ്ട വിദ്യയാണ്, ആദരിക്കപ്പെടേണ്ട വിദ്യയാണ്. ഇതിനെ അശ്രദ്ധധാനാഹ പുരുഷാഹ അസുതൃപഃ ശരീരമാത്രാത്മദർശിനഃ മൃത്യുസംസാരവർത്തുമനി. അവര് മരണം ജനനം എന്നുള്ള ഈ സംസാരത്തിൽ പെട്ടുവലയും. അപ്രാപ്യമാം നിവർത്തന്തി. അവര് ആത്മജ്ഞാനം നേടാൻ കഴിയാതെ, ഭഗവത് പ്രാപ്തി ഇല്ലാതെ, ആത്മസാക്ഷാത്കാരമില്ലാതെ, തന്റെ സ്വസ്വരൂപത്തിനെ അറിയാതെ ശരീരമാണെന്ന് ധരിക്കുന്നത് തന്നെ വലിയ ടോർച്ചറാണ്. കാരണം ശരീരമാണ് ഞാൻ എന്നുള്ള അജ്ഞാനം ഒരു ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണിപ്പോ? വലിയ പണക്കാരൻ ആരുടെയെങ്കിലും പേര് പറയൂ, എനിക്കറിയില്ല. ഏറ്റവും വലിയ പണക്കാരൻ നിങ്ങളിപ്പോ അതൊക്കെയാണല്ലോ ആളുകളൊക്കെ അറിഞ്ഞു വെക്കുക. അയാള് തൊട്ട് തുടങ്ങി നമ്മളുടെ നാട്ടിലുള്ള ഒരു ഭിക്ഷക്കാരൻ വരെ എല്ലാവർക്കും ശരീരാത്മദർശനം തുല്യമാണ്. ദുഃഖമും സെയിമാണ്. ഒരുപക്ഷെ ഈ ഭിക്ഷക്കാരന് അത്ര കണ്ട് വിഷമമുണ്ടാവില്ല, അയാൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. മറ്റേയാളുടെ കാര്യം അങ്ങനെയല്ല. ശരീരാത്മദർശനം ഉള്ളവന് ജീവിക്കാനുള്ള കൊതിയുണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ പേടിയാണ്, ധൈര്യമില്ല അവന്. അവന് അജ്ഞാനം അവന്റെ പ്രബലമായ സ്വഭാവമായതുകൊണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വലിയ പണക്കാരൊക്കെ സുഖമായിട്ടിരിക്കേണ്ടതെന്ന്? സാധാരണ നമ്മൾ വർത്തമാനത്തിന് പണം കൊണ്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയും. എന്നാൽ നമ്മളുടെ ഉള്ളിൽ അറിയാം, യസ്യാസ്തി വിത്തം സനരഃ കുലീനഃ. ഭർതൃഹരി പറഞ്ഞു, ആർക്ക് പണമുണ്ടോ അവൻ ശ്രേഷ്ഠൻ, അവൻ മഹാത്മാ.
അവൻ തന്നെ വലിയ ആള്, ബഹുമാന്യൻ ഒക്കെ എന്നൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ പ്രാക്ടിക്കലി നോക്കിയാൽ ഉണ്ണാനോ ജീവിക്കാനുള്ള കാര്യം ഒഴിച്ചാൽ അതിൽ കൂടുതലൊന്നും അതൊന്നും സാധിക്കാനില്ല. എന്നാലും എന്തിനാ ഈ കിടന്ന് മെനക്കിടണം? നമ്മളുടെ വിദ്യാഭ്യാസം മുഴുവൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. എത്ര കൂടുതൽ കിട്ടും? പ്രവൃത്തികളൊക്കെ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോ നമുക്ക് എവിടുന്ന് സമാധാനം ഉണ്ടാവും എന്ന് പറയൂ? യു ഡിസർവ് ടു ബി ഡെസ്ട്രോയിഡ്. കാരണം നമ്മൾ അസത്യത്തിനെ പിടിച്ചിരിക്കുകയാണ്, ദുഃഖിപ്പിക്കുന്ന വസ്തുവിനെ കയറി പിടിച്ചിരിക്കുകയാണ്. ശരീരമാത്രാത്മദൃഷ്ടികളാണ്. അതിനപ്പുറം ഒരു എക്സിസ്റ്റൻസ്, ഇരുപ്പുണ്ട്, നമ്മളുടെ സ്വരൂപമുണ്ട്. സ്വരൂപത്തിനെ അറിയാൻ കഴിയും, ജ്ഞാനം നേടാൻ കഴിയും എന്നുള്ളൊരു ശ്രദ്ധയോ വിശ്വാസമോ പോലുമില്ല. അങ്ങനെയുള്ള അശ്രദ്ധധാനാഹ പുരുഷാഹ അവര്, ഹേ അർജുന, അസ്യ ധർമ്മസ്യ, ആത്മജ്ഞാനമാകുന്ന ഈ ധർമ്മത്തിനെ അറിയാതെ, ഇങ്ങനൊരു വിദ്യ ഉണ്ടെന്ന് തന്നെ അറിയാതെ, തന്റെ ഉള്ളില് അനന്തമായ ഒരു സാധ്യത ഉണ്ടെന്നും തന്റെ സ്വരൂപത്തിനെ അറിയുമ്പോൾ തനിക്ക് ജനനമോ മരണമോ ഇല്ലാത്ത അഖണ്ഡമായ വസ്തുവാണ് താനെന്നുള്ള അനുഭവം ഉണ്ടാവുമെന്നൊന്നും കേൾക്കുക പോലും ചെയ്യാതെ മൃത്യു സംസാരവർത്തുമനി നിവർത്തന്തേ, അവര് വീണ്ടും മരണം ജനനം. കഠോപനിഷത്തിൽ യമൻ പറഞ്ഞു അവര് യമലോകത്തിലേക്ക് സീസൺ ടിക്കറ്റ് വാങ്ങി വെച്ചിരിക്കുന്നവരാണെന്ന്. മൃത്യോഹോ സ മൃത്യുമാപ്നോതി യൈഹ നാനേവ പശ്യതി. ആരിവിടെ അനേക വസ്തുക്കളെ നാനാത്വം കാണുന്നുവോ, ആത്മജ്ഞാനം നേടാത്തവരോ, അവര് എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും നചികേതസ് എന്ന്. മൃത്യോഹോ സ മൃത്യുമാപ്നോതി യൈഹ നാനേവ പശ്യതി. അതുകൊണ്ട് ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു വിത്തമാണ്, ഒരു സ്വത്താണ്. വേദം ശ്രദ്ധയെ ദേവിയായിട്ട് സ്തുതിക്കണം. ദേവി മഹാത്മ്യത്തില് ദേവി നല്ല ആളുകളുടെ ഉള്ളിൽ ശ്രദ്ധാരൂപിണിയായിട്ട് ഇരിക്കണു എന്ന് പറഞ്ഞൊരു മന്ത്രം തന്നെയുണ്ട്. യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. അപ്പോ ആ ശ്രദ്ധയെ നഷ്ടപ്പെടാതെ നോക്കണം. ആദരവിനെ നഷ്ടപ്പെടുത്തിക്കളയരുത്, ഭക്തിയെ നഷ്ടപ്പെടുത്തിക്കളയരുത്. അതാണ് നമുക്ക് വളരെ മുഖ്യം. ആ ശ്രദ്ധ, ഈ വിദ്യയോട് ശ്രദ്ധയില്ലാത്തവർക്ക് മൃത്യു സംസ്മാര വർത്തുമനി. എത്ര പ്രാവശ്യം നമ്മൾ ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞൂല്ലേ, നമ്മുടെ കയ്യിൽ കണക്കൊന്നുമില്ല. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം എന്ന് പണ്ടാരോ പാടിയിട്ടുണ്ടെന്ന് അറിയാന്നല്ലാതെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. എത്രയോ പ്രാവശ്യം കിണറ്റിൽ വീണതാണ്. ഈ രാവിലെ ഒന്ന് പറയണ്ടായിരുന്നു, ഒരാള് ഒരു കമ്പനിയിൽ പ്യൂണാണ്. അയാൾ ഒരു ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോ കിണറ്റിൽ വീണു. കുറെ ആളുകളൊക്കെ കൂടെ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചു മൂപ്പരെ. എഴുന്നേറ്റപ്പോ എന്തിനാ ചേട്ടാ ഈ കിണറ്റിൽ ചാടിയത്? ചാടിയതല്ല, കുറെ കാലമായി ഞാൻ ആലോചിക്കുകയാണ്, അത് കടന്നു ചാടാൻ ശ്രമിച്ചതാണ്. ഇന്നൊന്ന് ശ്രമിച്ചു നോക്കി, ഉള്ളിൽ വീണുപോയി എന്നാണ്. അയാളെ പിടിച്ച് എല്ലാരും കൂടെ പിടിച്ച് എണീപ്പിച്ചു. ഫ്രാക്ചറായി, എല്ലാം കഴിഞ്ഞ് ചികിത്സയൊക്കെ കഴിഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞപ്പോ വീണ്ടും കിടക്കണു കിണറ്റിന്റെ ഉള്ളിൽ. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ ഇവിടുന്ന് അങ്ങടേക്ക് ചാടി നോക്കിയത്. 2 പ്രാവശ്യം വീണു അയാള് കിണറ്റില്. നമ്മൾ ചിരിക്കണമില്ലേ, നമ്മളെ ഭഗവാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. എത്ര പ്രാവശ്യം കിണറ്റിൽ വീണു. നമ്മള് 2 പ്രാവശ്യം കിണറ്റിൽ ചാടിയവനെ നോക്കി ചിരിക്കണു. ഭഗവാൻ പറയണത് നീ എത്ര പ്രാവശ്യം കിണറ്റിൽ ചാടിക്കഴിഞ്ഞു, പൊട്ടക്കിണറ്റിൽ ചാടിക്കഴിഞ്ഞു എന്നാണ്. ഭാഗവതത്തില് മുച്ചുകുന്ദൻ പറഞ്ഞു, എന്താ ശ്ലോകം? അന്ധകൂപം, അന്ധകൂപം എന്നാണ്. പൊട്ടക്കിണറ്റിൽ വീണു, വെള്ളമില്ലാത്ത കിണർ, അതിനകത്ത് വീണു. എത്ര അനുഭവിച്ചാലും പിന്നെയും നമ്മൾ ഇത് സെയിം ബ്ലണ്ടർ. അപ്പോ അതിനാണ് ഭഗവാൻ പറഞ്ഞത് മൃത്യു സംസ്മാര വർത്തമാ എന്ന് പറഞ്ഞത്. മൃത്യുവിനും വീണ്ടും വീണ്ടും ജനന മരണത്തിന്റെ ദുഃഖത്തിലേക്ക് തന്നെ ചെന്ന് വീഴാം. വ്യാധി, ഇഷ്ടപ്പെട്ടവരുടെ വിയോഗം, അല്ലേ?
അതല്ലേ നമുക്കിപ്പോ ലോകത്തിലുള്ളതോ നോക്കൂ. എത്ര പഠിച്ച ആളാവട്ടെ, എത്ര ആളാവട്ടെ, ഭയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊസിഷനിലുള്ള നല്ല ഒരു മനുഷ്യൻ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, എപ്പോഴും പേടിയാണ് എനിക്കെന്നാണ്. എപ്പോഴും പേടിയാണ്. മക്കളെക്കുറിച്ച് ചിന്തിച്ച് പേടി, ലോകത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള പേടി. ഏറ്റവും വലിയ, അതായത് വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷനില് രാജ്യത്തില് ഇരുന്ന ആളും വലിയ പരമ്പരയിൽ വന്ന ആളാണ്. ഭയമുണ്ട് ഉള്ളില്. ആ ഭയം നമ്മൾ ബാഹ്യ പൊസിഷൻ കൊണ്ടൊന്നും നീങ്ങില്ല എന്നുള്ളതിന് തെളിവാണ്. വലിയ വലിയ പൊസിഷനിലിരുന്നു ഒക്കെ കണ്ടു കഴിഞ്ഞു. പലരെയും പല വിധത്തിലും കണ്ട് നോക്കിയാൽ നമുക്കറിയാം ഇതൊന്നും കാര്യമില്ല. ഒന്നുമില്ലാത്തവൻ ഈ വിദ്യ ഉണ്ടെങ്കിൽ അവൻ ഭിക്ഷക്കാരനാണെങ്കിൽ അവൻ ചക്രവർത്തിയാണ്. അവൻ ചക്രവർത്തിയാണെങ്കിലും ചക്രവർത്തിയാണ്, ഭിക്ഷക്കാരനാണെങ്കിലും ചക്രവർത്തിയാണ്. അൺകണ്ടീഷണലാണ്. ഈ വിദ്യ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവാൻ പാടില്ല എന്നൊന്നുമില്ല. അംബരീഷനും ജ്ഞാനിയാണ്, കുചേലനും ജ്ഞാനിയാണ്. അംബരീഷന് എടുത്താൽ തീരാത്ത സ്വത്താണ്, എന്നാലും അതിലൊന്നും ശ്രദ്ധയോ അതിലൊരു അഭിമാനമോ അഹങ്കാരമോ ഒന്നും സ്പർശിക്കുന്നില്ല. പണക്കാർക്ക് ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ അത് എത്രയോ ഗുണമുണ്ടാവും. ദരിദ്രന് ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ, ദരിദ്രൻ ഒരു നല്ലവനാണോ? ഒന്നുമല്ല. പല ദരിദ്രന്മാർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും പല കമ്മ്യൂണിസത്തിനും ഒക്കെ കാരണം ദരിദ്രനാവുമ്പോൾ പണക്കാരെ കണ്ടാൽ ദേഷ്യം വരും. അവനൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. അവന്റെ ദാരിദ്ര്യം കാരണം പണമുള്ളവനെ കണ്ട അവനെ അടിച്ചു നിരത്തി തന്നെ പോലെ ആക്കണമെന്നാണ്. അല്ലാതെ അതൊരു വലിയ നല്ല ക്വാളിറ്റി ഒന്നും, ദാരിദ്ര്യവും നല്ലതൊന്നുമല്ല. പണമോ ദാരിദ്ര്യമോ ആരോഗ്യമോ പോലും സുഖകരമല്ല ഈ ജ്ഞാനമല്ലെങ്കിൽ. നല്ല ആരോഗ്യമുള്ളവർ സന്തോഷമായിട്ടിരിക്കേണ്ടത് നിങ്ങൾ വിചാരിക്കണ്ടോ? അനാരോഗ്യമായിട്ട് ഇരിക്കുമ്പോൾ ആരോഗ്യം നല്ലതാണ്. പക്ഷെ ആരോഗ്യമുള്ള കുറെ ആളുകളൊന്ന് കണക്കെടുത്തിട്ട് നിങ്ങളൊരു സർവേ ചെയ്ത് നോക്കൂ. അവർക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ചോദിച്ചു ഒരു സമാധാനമില്ല, ഒരു സന്തോഷം. നിങ്ങൾക്ക് ഇത്ര നല്ല ആരോഗ്യമുണ്ടല്ലോ, രോഗം വരുമോ എന്ന് പേടിയാന്നാണ്. രോഗം വരുമോ പേടി. അവർക്ക് വേറെ എന്തെങ്കിലും പേടി, അഹങ്കാരം കൊണ്ടുള്ള വിഷമം, അല്ലെങ്കിൽ അഭിമാനം കൊണ്ടുള്ള വിഷമം, തന്റെ ഇഷ്ടപ്പെട്ടവർ മരിച്ചുപോയി എന്നുള്ള വേദന, അല്ലെങ്കിൽ മരിച്ചു പോവുമോ എന്നുള്ള പേടി. അപ്പോ ആരോഗ്യം പോലും സ്വതന്ത്രമായി സന്തോഷം തരുന്നില്ല. അപ്പോ ഈ ഭക്തി, ജ്ഞാനം, ശ്രദ്ധ, ഇതൊക്കെ കൂടി ആ ആത്മവിദ്യയെ കുറച്ച് അറിഞ്ഞാൽ തന്നെ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ, നിങ്ങള് കംപ്ലീറ്റ് ആവണമെന്ന് പോലും ഇല്ല എന്ന് പറഞ്ഞു ഭഗവാൻ. ഇവിടുന്ന് ട്രെയിനിൽ കയറി ഇരുന്നാൽ തന്നെ ലക്ഷ്യത്തിലെത്തിയ പോലെ ഒരു സമാധാനം വരണില്ലേ? ഇല്ലേ? അതുപോലെ ഈ വിദ്യയിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു പുതിയ സ്ട്രീമിലേക്ക് വീണു കഴിഞ്ഞു. ഒരു പക്ഷേ ഈ ജന്മത്തിൽ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ലൂസ് ആവാനൊന്നും പോണില്ല. അടുത്ത ജന്മത്തിൽ അവിടെ തുടങ്ങും. ആ സ്ട്രീം നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളും. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ പോലെയാണ്. 10ാം ക്ലാസ് വരെ പൂജ്യത്തിലെ ചെറിയ പൂജ്യം നോക്കി പാസ്സാക്കി വിടും. ഭഗവാന്റെ കൃപയുണ്ട് നമുക്ക്. ഉപനിഷത്ത് തന്നെ പറഞ്ഞു, ക്രതോ സ്മര കൃതം സ്മര. നമ്മൾക്ക് വേണമെന്ന് വെച്ചാൽ പിന്നെ നടന്നോളും. നിങ്ങൾക്ക് സാമർത്ഥ്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ശ്രുതി പറഞ്ഞു, ഭഗവാനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തോളൂ കേട്ടോ എന്നാണ്. എനിക്ക് ഭഗവാനെ വേണം, പക്ഷെ ഭഗവാനെ അറിയാനുള്ള കഴിവ് എനിക്കുണ്ടോ അതെനിക്കറിയില്ല. എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന്, ഞാൻ ഇത്തിരി നാമം ജപിച്ചിട്ടുണ്ട്, അബദ്ധമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടുണ്ട്. ഇനി ജപിക്കണ്ടെങ്കിൽ എന്നെ രക്ഷിപ്പിച്ചോളാം, അല്ലെങ്കിൽ ഇത് ഇനിയും കേൾക്കേണ്ടി വരുന്നർത്ഥം, അല്ലെങ്കിൽ ഞാൻ ദിവസം തുടരും ഇത്. അതുകൊണ്ട് എനിക്ക് എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യും. അറിയണ പോലെയൊക്കെ നാമം ചൊല്ലിയേ എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ലക്ഷ്യം വേണം, ആ സാക്ഷാത്കാരം വേണം. യോഗ്യത ഉണ്ടോയെന്ന് ചോദിക്കരുത്. ഞങ്ങളുടെ അവിടെ ഒരാള് കണക്ക് പഠിപ്പിച്ചു ഒരു പയ്യന്. അപ്പോ അദ്ദേഹത്തിന് കഷ്ടാണ്, ബുദ്ധിമുട്ടാണ് കുടുംബത്തില്. അതുകൊണ്ട് ഒരു വലിയ പണക്കാര പയ്യൻ ആ പയ്യനെ പഠിപ്പിച്ചു. ആ കുട്ടിയുടെ അച്ഛനൊന്നും വലിയ വിദ്യാഭ്യാസമില്ല. എന്നാലും അച്ഛൻ ഒരു ദിവസം വന്ന്, സ്വാമി മകൻ പഠിക്കണ്ടോ, മിട്ടുക്കൻ മിട്ടുമിട്ടുക്കൻ,
ബാക്കിയുള്ളവരൊക്കെ പറയണവന് ബുദ്ധിയില്ല എന്നാണല്ലോ. ആര് പറഞ്ഞു? മിടുക്കൻ. ഒരു കണക്കിടാൻ പറയൂ സ്വാമി. പറയടാ, 8ഉം 10ഉം എത്ര എന്ന് ചോദിച്ചു. അവൻ കുറേ നേരം ആലോചിച്ചിട്ട് അവസാനം പറഞ്ഞു 12 എന്ന് പറഞ്ഞു. മിടുക്കൻ. കണ്ടില്ലേ? എന്താ സ്വാമി 8ഉം 10ഉം 12 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മിടുക്കൻ എന്ന് പറഞ്ഞു? പിന്നെ ഒരു അക്കം പറഞ്ഞില്ലേ അവൻ? ചക്ക വാങ്ങാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് ഞാൻ എത്ര ദിവസമായിട്ട് മെനക്കെട്ടു. നമ്മൾ ചിരിക്കണു. ഇതുപോലെയാണ് ഭഗവാൻ നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി ഗീതാ പ്രഭാഷണം വരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും. നമുക്ക് യോഗ്യതയുണ്ടോന്ന് നോക്കിയാൽ നമ്മളൊന്നും രക്ഷപ്പെടുകയില്ല. പോട്ടെ 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 എന്നൊന്നും തള്ളിവിട്ട് അവസാനം എന്തൊക്കെയോ അബദ്ധം വാ സുബദ്ധം വാ കുന്തിപുത്രോ വിനായക എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് സാധിക്കുമോ, നമുക്ക് കിട്ടുമോ ഒന്നും പേടിക്കണ്ട. ഒരു മഹാശക്തി, ഒരു സ്ട്രീം നമ്മളുടെ പുറകെ ഉണ്ട്. നിങ്ങൾ അപ്ലിക്കേഷൻ മാത്രം കൊടുത്താൽ മതി. യു വിൽ ബി സ്വെപ്റ്റ്, യു വിൽ ബി ടേക്കൺ ബൈ ഫോഴ്സ്. ആ കൃപാശക്തി, അതായത് അതിനെ നമ്മൾ ഇൻവേർഡ്ലി നമ്മൾ അതിനെ ചൂസ് ചെയ്താൽ മതി. എനിക്ക് അത് വേണം എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഈ ലോകം വേണ്ട, എനിക്ക് ഭഗവാനെ വേണമെന്ന് പറഞ്ഞാൽ മതി. ബാക്കി ഭഗവാൻ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളും. എനിക്ക് ആത്മസാക്ഷാത്കാരം വേണം, ഉള്ളിൽ അങ്ങനെ ഒരു സത്യമുണ്ട്, അതിനെ അറിയണം. ഈ ശരീരവും മനസ്സും ലോകത്തിലുള്ള ഈ ബന്ധങ്ങളും ഇതിൽ തന്നെ ഇരുന്നാ പോരാ എന്നൊരു തീരുമാനമുണ്ടല്ലോ, അതാണ് സൂര്യോദയത്തിന് മുമ്പുള്ള അരുണോദയം പോലെ ഉള്ളിലുണ്ടാവണ ആദ്യത്തെ ഒരു ശുഭേച്ഛ എന്ന് വേദാന്തം പറയുന്ന ആദ്യത്തെ ഭൂമികയാണത്. ശുഭേച്ഛ, തനുമാനസി, സത്വാപത്തി എന്നൊക്കെ പറയണ്ടേ, വിചാരണ എന്നൊക്കെ. അങ്ങനെ 7 ഭൂമികയുള്ള ആദ്യത്തെ ഭൂമികയാണ് എനിക്ക് വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭൂമികയൊക്കെ പിന്നെ ഈശ്വരൻ കൊണ്ടുപോയി എത്തിച്ചുകൊള്ളും. 10ാം ക്ലാസ് വരയ്ക്കും സ്കൂളിൽ കയറ്റി വിടണമെന്ന് പറഞ്ഞില്ലേ, അത് ഗവൺമെന്റ് തീരുമാനിച്ച് ചെയ്തതാണ് ഒരു സ്റ്റേജില്. എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ 9ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ മാഷെക്കാളും വയസ്സിൽ മൂത്ത പിള്ളേരാണ് ഇരിക്കണത്. ഈശ്വരന്റെ കൃപാശക്തി ഒന്നും ഇല്ലെങ്കിൽ പ്രജാപതി ബ്രഹ്മാവിനേക്കാളും വയസ്സിന് മൂത്ത ആളുകളായിരിക്കും ലോകത്തിലിരിക്കുക. ബ്രഹ്മാവ് എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മളുടെ പവർ വിചാരിച്ചിട്ടൊന്നും നടക്കില്ല. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവൻ എങ്ങനെയും പോവുമല്ലോ പുറത്ത്, അല്ലേ? അതുപോലെയാണ് ഈശ്വരൻ നമ്മളെ സത്സംഗം വരയ്ക്കും, തട്ടി കൊണ്ടുവരും. ഇതിന്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്ട്രീമിൽ വീണ് കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്കൊരു ആക്കത്തിന് വേണ്ടി, ഒരു ബലത്തിന് വേണ്ടി പറയണതാണ്. അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റിയെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഭയം വരും. നമ്മളെ കൊണ്ടൊക്കെ ഇത് സാധിക്കുമോ, നമുക്കൊക്കെ ആ പൂർണ്ണത്വം സാധിക്കുമോ, നമ്മൾ ശ്രമിച്ച് നടക്കുമോ, പേടിച്ചു പോവും. പേടിക്കണ്ട. മാ ഭൈഷ്ടവിദ്വൻ തവനാസ്തി അപായ സംസാര സിന്ധോഹോ തരണേ അസ്തി ഉപായ ഏനൈവ യാതാഹ യഥയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. ആചാര്യസ്വാമി പറയണ്ട്, കുട്ടി നീ ഭയപ്പെടണ്ട കേട്ടോ. മാ ഭൈഷ്ടവിദ്വൻ തവ നാസ്തി അപായ, തനിക്ക് ഒരു അപായവുമില്ല. സംസാര സിന്ധോഹോ തരണേ അസ്തി ഉപായ, ഈ സംസാരക്കടല് തരണം ചെയ്യാൻ ഉപായമുണ്ട്. ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല. ഏനൈവ യാതാഹ യഥയോസ്യ പാരം, എത്രയോ മഹർഷിമാരെ നടന്നുപോയ വഴി, തമേവ മാർഗം തവ നിർദ്ദിശാമി, അത് തന്നെ തനിക്ക് ഞാൻ കാണിച്ചു തരാൻ കുട്ടി എന്ന് പറഞ്ഞു. അപ്പോ ആ മാർഗത്തിനെയാണ് ഭഗവാൻ ഇവിടെ രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം എന്ന് പറഞ്ഞത്. ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഈ മാർഗത്തിനോട് അവഗണന കാണിച്ചാൽ, അവജ്ഞ കാണിച്ചാൽ, വലിയ വലിയ പരമ്പരയിൽ ജനിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വലിയ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതാണ്, എന്ത് കാര്യം? ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ എന്ന് പറഞ്ഞ് ശൃംഗേരിയിൽ ഒരു വലിയ മഹാത്മാ ഉണ്ടായിരുന്നു, ജീവൻ മുക്ത പുരുഷൻ. അദ്ദേഹത്തിനടുത്ത് ഒരു ബ്രാഹ്മണ യുവാവ് ചെന്ന് നമസ്കരിച്ച് പറഞ്ഞു, ഞാൻ അഭയദീക്ഷിതരുടെ കുടുംബത്തിൽ ജനിച്ച ആളാണെന്ന് പറഞ്ഞു. അഭയദീക്ഷിതർ ഒരു 600 വർഷം മുമ്പ് തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഒരു വലിയ വിദ്വാൻ, വലിയ ജ്ഞാനിയാണ്, മഹാഭക്തനാണ്.
ആ അഭയദീക്ഷിതരുടെ പരമ്പരയിലാണെന്ന് പറഞ്ഞു. സ്വാമികൾ ശ്രദ്ധിച്ചില്ല. ഇവന് ബ്രാഹ്മണ ലക്ഷണങ്ങളൊന്നുമില്ല. ഇവൻ അനുഷ്ഠാ പാൻറ്റും ഷർട്ടൊക്കെ ആയിട്ട് വന്ന് നിൽക്കണു. എന്നിട്ട് ഞാൻ അഭയദീക്ഷിതരുടെ കുടുംബത്തിൽ ജനിച്ചതാണെന്ന് പറഞ്ഞു. സ്വാമികൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ സ്വാമികൾ കേട്ടിട്ടില്ലായിരിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും വന്ന് ഇവൻ പറഞ്ഞു, ഞാൻ അഭയദീക്ഷിതരുടെ കുടുംബത്തിൽ ജനിച്ചതാണെന്ന് വീണ്ടും പറഞ്ഞു. അപ്പൊ സ്വാമികള് അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ഇരുന്നിട്ട് അടുത്തിരിക്കുന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ ഗോത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പോ വാസിഷ്ഠ ഗോത്രം. വേറെ ഒരാളോട് ചോദിച്ചു, എന്തു ഗോത്രമാണ് നിങ്ങളുടെ? കാശ്യപ ഗോത്രം. വേറെ ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ ഗോത്രം എന്താണ്? ശ്രീവത്സ ഗോത്രം. ചിലത് ത്രയാഋഷേയം, ചിലത് പഞ്ചാഋഷേയം, അതൊക്കെ പറയാൻ പറഞ്ഞ 3 ഋഷികള് 5 ഋഷികൾ, ഇങ്ങനെയൊക്കെ പരമ്പര. അപ്പോ അയാളോട് പറഞ്ഞു, നോക്കൂ, ഇവരൊക്കെ ഋഷികളുടെ കുലത്തിൽ ജനിച്ചവരാണ്. 5 ഋഷികള് 3 ഋഷികളൊക്കെ ഈ പരമ്പരയ്ക്ക് ഋഷികളായിട്ടുണ്ട്, ആ കുലത്തിൽ ജനിച്ചവരാണ്. എന്ത് കാര്യം? അഭയദീക്ഷിതരുടെ കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞപ്പോ അഭിമാനിക്കാൻ എന്തുണ്ട്? നിനക്ക് വല്ല യോഗ്യത ഉണ്ടോ? നീ അത് വല്ലത് അനുഷ്ഠിക്കുന്നുണ്ടോ? സ്വീകരിക്കുന്നുണ്ടോ? എന്നാ ശരി. അപ്പൊ ആ പരമ്പരയിലുള്ള അഭിമാനം എന്തിനാന്ന് വെച്ചാൽ ഈ വിദ്യയെ ശ്രദ്ധിക്കാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ. അല്ലാതെ അത് പ്രയോജനമില്ല. അപ്പോ അഭിമാനത്തിനെ കൊണ്ട് നമുക്ക് ഭക്തിയും ശ്രദ്ധയും ഈ വിദ്യയെ അറിയാനുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും. അതാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ഇല്ലെങ്കിൽ അർജുന, എന്നെ അവർക്ക് ലഭിക്കില്ല എന്നുള്ളത്. ലഭിക്കില്ല എന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞത് അടുത്ത ശ്ലോകത്തിൽ നോക്കൂ, ലഭിക്കാതിരിക്കുന്നത് വലിയ കഷ്ടാ അർജുന. എന്താന്ന് വെച്ചാൽ ഞാൻ ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല, എല്ലായിടത്തും വെള്ളം, എന്നിട്ട് ദാഹിച്ചു മരിക്കുക. അതുപോലത്തെ ഒരു ഗതികേടാണ് അവന്റെ. അടുത്ത ശ്ലോകം നോക്കൂ. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷ്വവസ്ഥിതഃ. മയാ തതമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന. ഹേ അർജുന, അവ്യക്തമൂർത്തിയായ ഞാൻ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കണം. തതം വ്യാപ്തം, പ്രപഞ്ചം മുഴുവൻ ഞാൻ വ്യാപിച്ചിരിക്കണം. എങ്ങനെ വ്യാപിച്ചിരിക്കണം? മുണ്ടിൽ നൂല് പോലെ എന്നാണ്. പട്ടേഷു തന്തുവത്. മുണ്ടിൽ നൂല് പോലെ വ്യാപിച്ചിരിക്കണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നൂലെടുത്താ മുണ്ടുണ്ടോ? ഇല്ല. അതുപോലെ ഭഗവാൻ വ്യാപിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഒരു നിലത്തിൽ വെള്ളം ഒഴിച്ചാൽ വ്യാപിക്കണ പോലെയല്ല. വ്യാപ്തി എന്ന് പറയുന്നത് തന്നെ ഭഗവത് സ്വരൂപമാണ്. അപ്പോ ജഗത്തിന് മുഴുവൻ ഞാൻ വ്യാപിച്ചിരിക്കണു ഹേ അർജുന. കരണഗോചര അഗോചര സ്വരൂപേണ അവ്യക്തമൂർത്തി. എല്ലാത്തിലും ഞാൻ ആത്മസ്വരൂപമായി പ്രകാശിക്കുന്നു. ആത്മാവിനെ എടുത്ത ഒരു വസ്തുവിന് നിലനിൽപ്പില്ല. നിരാത്മകം വസ്തു ഉപലഭ്യത്തെ. എല്ലാം ഞാനുണ്ട് എന്നാണല്ലോ നമ്മൾ പറയണം. അപ്പൊ തന്നെ ഭഗവാനാണ്. രണ്ടുപേര് ഇരുട്ടിലിരിക്കുമ്പോ ഒരാൾ ആരാ? ഞാനാണ്. മറ്റേയാളോട് ചോദിച്ചു ആരാണ്? ഞാനാണ്. ഈ ഞാൻ എന്ന് പറയുന്ന ഇരുപ്പ് എന്താണ്? എക്സ്പ്രഷൻ ഓഫ് ദ സെൽഫ്. അതെന്താണ്? അത് ഭഗവത് സാന്നിധ്യമാണ്. മത്സ്ഥാനി സർവഭൂതാനി. എന്നിലാണ് ഹേ അർജുന എല്ലാ ഭൂതജാലങ്ങളും നിൽക്കുന്നത്. നചാഹം തേഷു അവസ്ഥിത. ഇപ്പൊ സ്വപ്നം കാണുമ്പോ സ്വപ്നത്തിൽ ഞാൻ പലതും കാണും. എവിടേക്കോ പോയതായിട്ടും അമേരിക്കയിൽ പോയതായിട്ടും അവിടെയുള്ള ആളുകളെയൊക്കെ കാണും. വാസ്തവത്തില് അവിടെ ഞാനല്ലാതെ വേറെ എന്തെങ്കിലും സാമഗ്രി ഉണ്ടോ? ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിലാണ് അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ കാണപ്പെടുന്നത്. എന്നിലാണ് ആ വ്യക്തികളൊക്കെ കാണപ്പെടുന്നത്. വാസ്തവത്തിൽ ഞാൻ തന്നെയാണ് ആ വ്യക്തികളും ആ ദേശകാലങ്ങളും നദിയും പർവ്വതവും നയഗ്ര വാട്ടർഫാൾസും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത്. ഞാൻ തന്നെയാണ് ആ വസ്തുക്കളൊക്കെ തന്നെ.
എന്നിൽ തന്നെയാണ് ദേശകാലങ്ങളൊക്കെ അപ്പിയർ ആവണതും ഡിസപ്പിയർ ആവണതും. സ്വപ്നത്തില് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ആ സ്വപ്നം കാണുമ്പോഴും ഞാനല്ലാതെ വല്ലതും ഉണ്ടോ? സ്വപ്നം കാണുമ്പോഴും ഞാനേ ഉള്ളൂ. ഞാൻ തന്നെയാണ് ആ ടൈം, സ്പേസ്, കോസേഷൻ ഒക്കെ അല്ലേ? സ്വപ്നം കാണുമ്പോ എന്ത് ആശ്ചര്യം നോക്കും. സ്വപ്നം കാണുമ്പോ നിങ്ങളെയൊക്കെ കാണണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ തന്നെ. നിങ്ങളുടെ ഓരോരുത്തരുടെ രൂപത്തിൽ ഞാൻ തന്നെ ഇരിക്കണം. ഈ സ്പേസ് ഒക്കെ ഞാൻ തന്നെ, ഈ ടൈം ഞാൻ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ജാഗ്രതയിലും. ഈ കാണുന്നത് മുഴുവനും ആ അധിഷ്ഠാനമായ സത്ത തന്നെയാണ്. അതിലാണ് സ്വപ്നത്തിൽ മുഴുവൻ സ്വപ്നദർശി വ്യാപിച്ചിരിക്കണ പോലെ ജാഗ്രതത്തിൽ മുഴുവൻ ജാഗ്രതദർശി വ്യാപിച്ചിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അറിയണില്ല എന്ന് വെച്ചാൽ ജാഗ്രത എന്ന് പറയുന്ന സ്വപ്നത്തിൽ നിങ്ങൾ എഴുന്നേക്കാത്തത് കൊണ്ട് അറിയണില്ല. സ്വപ്നത്തിനെ ജാഗ്രതത്തിൽ വന്നു കഴിയുമ്പോൾ അറിയണുണ്ട്. അതുപോലെ ജാഗ്രതത്തിനെ സ്വപ്നത്തിൽ എന്തുകൊണ്ട് അറിയണില്ല എന്ന് വെച്ചാൽ ജാഗ്രതത്തിനേക്കാളും സ്വപ്നം സൂക്ഷ്മമായതുകൊണ്ടാണ്. ജാഗ്രത കൂടുതലും കള്ളമാണ്. falsehood becomes concrete in waking state, falsehood becomes fluid like in dream state, and falsehood totally disappears in deep sleep. ജാഗ്രതത്തിൽ വളരെ കോൺക്രീറ്റ് ആണ്, സോളിഡ് ആണ്. അതുകൊണ്ട് ഇതുണ്ട് എന്ന് പറയണു. അത് കുറച്ച് കഴിഞ്ഞാൽ ഇല്ല, അപ്പൊക്കെ പോയി ഇല്യൂഷൻ. ഇന്ന് ഇതിപ്പോ നടക്കണത് നാളെ ഉണ്ടോ? ഇല്ല. ഇതൊക്കെ നടക്കണത് എവിടെയാ? എന്നിൽ നടക്കണു. ഇതൊക്കെ ആരറിയണു? ഞാൻ അറിയണു. എല്ലാ അനുഭവങ്ങളും ആർക്കുണ്ടാവണു? എനിക്കുണ്ടാവണം. ഈ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷിയായി അനുഭവിക്കണമെന്നായിരിക്കുന്ന പ്രത്യഭിജ്ഞ മാറണേയില്ല. ആ പ്രജ്ഞ മാറണേയില്ല. ആ ജ്ഞപ്തി മാറണേയില്ല. ആ ഇരുപ്പ് മാറണേയില്ല. ആ ഇരുപ്പ് കൊണ്ട് അനുഭവിക്കപ്പെടുന്നത് മുഴുവൻ വ്യാപ്തമാണ്. ഞാനുണ്ട് എന്നുള്ള അനുഭവം കൊണ്ട് മൈൻഡ്, ബോഡിയൊക്കെ വ്യാപ്തമാണ്. ആ ഇരുപ്പ് തന്നെ ഭഗവാൻ ഇവിടെ ഞാൻ എന്നൊക്കെ പറയുമ്പോ, മയാതതമിതം സർവം ജഗത് എന്ന് പറയുമ്പോ തന്നെ വസുദേവ ദേവകീസുതനായ കൃഷ്ണനായിട്ട് നോക്കിക്കൊണ്ടല്ല പറയണത്. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം ത്വനന്തരം ത്വബഹിഹി ബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസംജ്ഞമേദ് വാസുദേവം കവയോ വദന്തി. ആ വാസുദേവനായിട്ട് ജ്ഞാനസ്വരൂപനായി പ്രത്യക് പ്രശാന്തമായ വസ്തുവായി ചൈതന്യസ്വരൂപമായി സാന്ദ്രാനന്ദ അവബോധാത്മകമായിട്ട് നിന്നുകൊണ്ടാണ് ഭഗവാൻ പറയണത് ഇതൊക്കെ ഞാൻ വ്യാപിച്ചിരിക്കണം. അതുകൊണ്ടാണ് അവ്യക്തമൂർത്തി എന്ന് പറയുന്നത്. വ്യക്തം എന്ന് വെച്ചാൽ പരിച്ഛിന്നമായി പോകും. നാമരൂപം ഉള്ളതൊക്കെ തന്നെ നാമരൂപം തന്നെ ലിമിറ്റേഷനാണ്. സാകാരം അനൃതം വിദ്ധി നിരാകാരം നിരന്തരം ഏതത് തത്വോപദേശേന പുനർഭവ സംഭവ. സാകാരത്തിന് സാകാരം എന്ന് പറയുമ്പോൾ തന്നെ മാനിഫെസ്റ്റേഷനാണ്. അത് വരണു, നിൽക്കണു, പോകണു. അത് എവിടുന്ന് വന്നു? അവ്യക്തത്തിൽ നിന്ന് വന്നു. എവിടെ നിൽക്കണു? അവ്യക്തത്തിൽ നിൽക്കണു. എവിടെ ലയിക്കണു? അവ്യക്തത്തിൽ ലയിക്കും. അവ്യക്ത ആദീനി ഭൂതാനി വ്യക്ത മധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. അവ്യക്തമാണ് അർജുന എപ്പോഴും ഉള്ളത്. ആ അവ്യക്തം സർവവ്യാപിയാണ് അല്ലെ. സൈലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സൗണ്ടാണ് ക്രിയേഷൻ അല്ലെ. സൗണ്ടാണ്. യു ക്രിയേറ്റ് ഓൺലി സൗണ്ട്. യു പ്രൊഡ്യൂസ് സൗണ്ട്. യു ആർ നോട്ട് പ്രൊഡ്യൂസിങ് സൈലൻസ്. From silence the sound arises, and in silence it covers the silence and it goes back to silence. അതിന്റെ ആരംഭത്തിൽ സൈലൻസ് ഉണ്ട്. അത് വരുമ്പോഴും വാസ്തവത്തിൽ സൈലൻസ് ഉണ്ട്. പക്ഷെ സൗണ്ട് ഉള്ളത് കൊണ്ട് അതിനെ അറിയുന്നില്ല, അത്രേ ഉള്ളൂ. ആ സൗണ്ട് വീണ്ടും പോയി ആ മൗനത്തില് ലയിക്കും. ആ മൗനമോ അവ്യക്തമാണ്. വ്യക്തം എന്ന് വെച്ചാൽ ഇന്ദ്രിയവേദ്യം. വ്യക്തം എന്ന് വെച്ചാൽ മനോവേദ്യം. അവ്യക്തം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഗോചരമാവാത്തത് സത്താമാത്രമെന്നർത്ഥം. അങ്ങനെയുള്ള ഭഗവാനെ കൊണ്ട് സർവവും വ്യാപിച്ചിരിക്കണം. ഭഗവാൻ എന്ന് വെച്ചാൽ എന്താ? എല്ലാം ഭഗവത് സ്വരൂപമാണ്. എവിടുന്ന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ഉണ്ടാവാം.
എന്തിനു നോക്കൂ, ഒരു മരിച്ചുപോയ ശരീരം. ചിലരൊക്കെ ചോദിക്കണത് മരിച്ചുപോയ ആത്മാ പോയില്ലേ എന്നാണ്. നിങ്ങൾ ഒരു മൈക്രോസ്കോപ്പ് എടുത്തുകൊണ്ട് വന്ന് ആ ചത്തുപോയ ശരീരത്തിനെങ്ങനെ നോക്കൂ. കോടിക്കണക്കിന് ആത്മാക്കൾ അതിനകത്ത് കിടന്ന് നടക്കുന്നത് കാണും. ആ ഡീക്കേയിങ്, ചീഞ്ഞു പോവുക എന്ന് പറയണതുണ്ടല്ലോ, ആ ചീഞ്ഞു പോകുന്നതൊക്കെ നോക്കിയാൽ എത്രയോ മൈക്രോബ്സ്, ബാക്ടീരിയ ഒക്കെ ഞാൻ എന്ന് പറഞ്ഞ് അവർ ഓരോരുത്തരെയും വിളിച്ച് അവർക്കൊരു വ്യക്തിത്വം കൊടുത്ത് അവരുടെ ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ അതിലൊന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മഹാവാക്യം ഉപദേശിക്കും. മാറ്റർ ഇല്ല. മാറ്റർ ഈസ് ഓൺലി സ്പിരിറ്റ് സീൻ ഫ്രം ഡിസ്റ്റൻസ്. അത്രേ ഉള്ളൂ. മാറ്റർ ഇല്ല. മാറ്റർ എന്ന് വെറുതെ പറയാ നമ്മൾ. എവിടെ മാറ്റർ? ജഡം എവിടെ? രാവിലത്തെ പ്രൗഢാനുഭൂതിയിൽ നമ്മളിനി കാണാൻ പോണുള്ളൂ. അനാത്മാ നാസ്തി എന്ന് പറയും ആചാര്യസ്. അനാത്മാ എന്ന് പറഞ്ഞു ഒരു വസ്തു തന്നെയില്ല, ആത്മാവേ ഉള്ളൂ. നിനക്ക് ആത്മാവിനെ ദൃശ്യമായിട്ട് അറിയാൻ പറ്റില്ല, നീയായിട്ടേ അറിയാൻ പറ്റുള്ളൂ. അതിനെ അഹമായിട്ടേ അറിയാൻ പറ്റുള്ളൂ. അതാണ് മഹാവാക്യാർത്ഥം. ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിനെ അടുത്തടുത്ത് അറിയുമ്പോൾ അറിയാം അത് തന്നെ ആത്മ. ഞാൻ എന്ന് പറയുന്ന അനുഭവം ആത്മാവാണ്, ബ്രഹ്മമാണ്, കൃഷ്ണനാണ്, ശിവനാണ്, അള്ളാവാണ്, ക്രിസ്തുവാണ്, എല്ലാം ആണത്. ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞ് ബൈബിളിൽ ഒരു വാക്കുണ്ട്. അഗ്നി രൂപത്തില് മോസസിന്റെ മുമ്പിൽ വന്നതാണ്. എന്താണെന്ന് ചോദിച്ചു. ഞാൻ തന്നെയാണ്. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ തന്നെ. അതാണ് അവര് യഹോവ എന്നൊക്കെ പറയണത്. അത് യഹോവ മാത്രമാണ് ഒരു ദൈവം എന്നാണ് ഇപ്പൊ പറയണത്. എന്തൊരു യഹോവ എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ള ആളുകൾക്ക് അർത്ഥമൊന്നും അറിയില്ലല്ലോ. യഹൂദ മതത്തിൽ യഹോവ എന്ന് വെച്ചാൽ ഞാൻ എന്നാണ് അത്ര അർത്ഥം. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഐ ആം ദാറ്റ് ഐ ആം എന്നാണ്. അഗ്നി രൂപത്തിൽ വന്നിട്ടാണ് ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറയുന്നത്. അത് വേദത്തിന്റെ ട്രാൻസ്ലേഷനാണ്, വേറൊന്നുമല്ല. വേദത്തില് ആർദ്രം ജ്വലതി ജ്യോതിരഹമസ്മി ജ്യോതിർജ്വലതി ബ്രഹ്മാഹമസ്മി യോഹമസ്മി ബ്രഹ്മാഹമസ്മി അഹമസ്മി ബ്രഹ്മാഹമസ്മി അഹമേവാഹം മാം ജുഹോമി സ്വാ എന്ന അഘമർഷണ മന്ത്രം. ഈ മന്ത്രത്തിനെ അവര് ആ ഭാഷയിലാക്കിയിട്ട് അഗ്നി വന്നു. അഗ്നിയോട് നീ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ തന്നെ എന്ന് പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, ആ ഞാൻ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കഥയാക്കി മാറ്റി. ഇപ്പൊ നമ്മൾ അവരെ കോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലാണ്. എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ കണ്ടില്ല വേദത്തിലെടുത്ത് അഹമസ്മി അഹമേവാഹമസ്മി, ഞാൻ തന്നെയാണ് ഞാൻ. ഞാൻ എന്ന് പറയുന്ന ആ അഗ്നി ആർദ്രം ജ്വലതി ജ്യോതി, ഉള്ളിലൊരു ജ്യോതി, സദാ ഒരു അഗ്നി ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. അഹം 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 അഹം. എന്തിനെ ധ്യാനിക്കണമെന്ന് ആളുകൾ ചോദിക്കുന്നു. നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, വാട്ട് ഷുഡ് ഐ മെഡിറ്റേറ്റ് അപ്പോൺ? ഭഗവാൻ പറഞ്ഞു, ഫൈൻഡ് ഔട്ട് ദ മെഡിറ്റേറ്റർ ഹു വാണ്ട്സ് ടു മെഡിറ്റേറ്റ്. എനിക്ക് ധ്യാനിക്കാനൊരു ആലംബം വേണ്ടേ? എന്തിനാലംബം? നീ തന്നെ ധ്യാനത്തിന് ആലംബം. ഞാൻ എന്ന് പറഞ്ഞ അനുഭവിക്കുന്നുണ്ടല്ലോ, ഇനി എന്തിനു ധ്യാനിക്കാൻ ഒരു ആശ്രയം? വേറെന്തെങ്കിലും മന്ത്രം വേണോ? ദേവത വേണോ? വേറെന്തെങ്കിലും വസ്തു വേണോ? അഹമസ്മി അഹമസ്മി. നിത്യം എന്തെങ്കിലും വെളിയിൽ നിന്ന് കൊണ്ടുവന്നാൽ അത് നീ കൊണ്ടുവരികയാണ്, അത് നിൽക്കും, അതിന് ഗ്യാപ്പ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അത് പോകും. ഇതിന് ഗ്യാപ്പ് ഇല്ല, ഇതിന് ആദിയില്ല, അന്തമില്ല. എന്തെങ്കിലുമൊക്കെ മന്ത്രമൊക്കെ ജപിച്ചാലും അവസാനം നമ്മൾ കാണും അനുസ്യൂത ഒരു മന്ത്രം ഉള്ളിൽ നടക്കണം. അതിൽ പോയി എല്ലാ മന്ത്രവും അവസാനിക്കും. ഈ മന്ത്രം എല്ലാ മന്ത്രത്തിനും വിഴുങ്ങിക്കളയും. ഈ ഉള്ളിലുള്ള ഈ സ്പന്ദനം, ഈ മൂലസ്പന്ദനം, അഹമസ്മി അഹമസ്മി അഹമസ്മി, അവിഛിന്നമായ ഇരുപ്പ്, സെൽഫ് എക്സ്പ്രഷൻ. നമ്മൾ അഹങ്കാരം എന്ന് പറയണ്ടല്ലോ, അഹങ്കാരം ആത്മസാക്ഷാത്കാരത്തിന്റെ ആദ്യ സ്പന്ദനാണ്. ജഡത്തിനതില്ല, മൃഗങ്ങൾ പറയണില്ല വ്യക്തമായിട്ട് അല്ലെ. മനുഷ്യന്റെ വരുമ്പോ കുട്ടികൾ പോലും ആദ്യമൊക്കെ വാവ എന്നൊക്കെ പറയും, കുഞ്ഞു വാവ, ഉണ്ണി എന്നൊക്കെ തന്നെ പറയും, തന്റെ പേരൊക്കെ പറയും. കുറെ കഴിയുമ്പോഴാണ് മറ്റുള്ളവരൊക്കെ പറയണതൊക്കെ കേട്ടിട്ട് പതുക്കെ ആ കുട്ടി പിടിച്ചെടുത്തിട്ട് ഞാൻ എന്ന് പറയും. ആ വാക്കിനെ കണക്ട് ചെയ്യും. ആ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതായത് അഖണ്ഡത പൊന്തി വന്നിട്ട് ഞാൻ എന്ന് പറയണു, എന്നിട്ട് ഞാൻ മനസ്സാണ് ശരീരമാണെന്നൊക്കെ പറയണു. കുറെ കഴിയുമ്പോ ആ ലിമിറ്റഡ് ആയിട്ട് തന്നെ വിട്ടുനിന്ന് പറയണ ആ സ്വഭാവം ഉണ്ടല്ലോ, അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരത്തിൽ പോയി കലാശിക്കാൻ പോണത്. ഞാൻ ഇതാണ് അതാണെന്ന് പറയണത് അവസാനം ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയും.
സോഹമസ്മി എന്ന് പറയും. തത്രാത്മത്വം ദൃഢീകുറുവൻ അഹമാദിഷു സന്ത്യജൻ. അവിടെ ആത്മത്വ ദൃഢീകരണം, ഞാൻ അഖണ്ഡമാണ്, പൂർണ്ണമാണ്, സച്ചിദാനന്ദമാണ് എന്ന് സ്വയമേവ അല കടലിൽ നിന്ന് പൊന്തിയിട്ട് ഞാൻ കടലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് താഴുന്ന പോലെയാണ്. അല കടലിൽ നിന്ന് പൊന്തി ഞാൻ കടലാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ആ സോഴ്സിലേക്ക് പോയിട്ട് വീണ്ടും അലയായി പൊന്തുമ്പോഴും ഞാൻ കടലാണെന്നുള്ള അനുഭവം പോയിട്ടില്ലെങ്കിൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ് തന്റെ സ്വരൂപത്തിന് മറക്കാതെ ലോകത്തിൽ വർത്തിക്കുന്ന ഈ ഉജ്ജ്വലമായ ഈ വിദ്യ, ദേദീപ്യമാനമായ വിദ്യ, ജാജ്വല്യമാനമായ വിദ്യ. ഈ ബ്രഹ്മവിദ്യയെ ഭഗവാൻ പറഞ്ഞു ശ്രദ്ധിക്കാം. അറിഞ്ഞു കഴിയുമ്പോ തതമിതം സർവം ജഗത്ത്, ജഗത്ത് മുഴുവൻ ഭഗവാനാൽ വ്യാപിച്ചിരിക്കണു, അവ്യക്തമൂർത്തിയായ ഭഗവാനാൽ വ്യാപിച്ചിരിക്കണു. അപ്പൊ എല്ലാത്തിലും നചാഹം തേഷു അവസ്ഥിത. ഭഗവാൻ പറയണത് എന്നിലാണ് എല്ലാം നിൽക്കണത്, ഞാൻ അതിലൊന്നും ഇല്ല എന്നാണ്. എന്നുവെച്ചാൽ അതൊക്കെ നാമരൂപത്തിൽ ഞാനില്ല. അപ്പൊ ആ നാമരൂപങ്ങൾ, അലയിൽ കടലിലാണ് അല ഉണ്ടാവണത്, അലയിൽ കടലില്ല. അല ഒരു ടെമ്പററി മാനിഫെസ്റ്റേഷനാണ്, നാമരൂപം ഒരു ടെമ്പററി മാനിഫെസ്റ്റേഷനാണ്. അത് മാനിഫെസ്റ്റായി നിന്ന് ലയിക്കും. ജന്മാദ്യസ്യ യഥ. നാമരൂപത്തിൽ നമുക്ക് പൂർണ്ണമായി നിൽക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത് പോയി പോകും. ഈ ശരീരത്തിൽ ഞാനാണ് ഈശ്വരൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് വെറും ജഡം, കുറച്ച് ദിവസത്തേക്ക് നിൽക്കും, പോയി പോകും. കുറച്ചു കാലത്തേക്ക് മാനിഫെസ്റ്റായി പോയി പോകും. പക്ഷേ ഇതിന് സോഴ്സായിട്ടിരിക്കുന്ന വസ്തു ഉണ്ടല്ലോ, അത് പൂർണ്ണമാണ്. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ആവുമ്പോഴും ഒന്നും മാറണില്ല. നാമരൂപത്തിൽ വരുമ്പോഴും അഖണ്ഡത പോണില്ല. ആ അഖണ്ഡത പോവാതെ തന്നെയാണ് നാമരൂപത്തിൽ ഇരിക്കുന്നത് എന്നുള്ള ജ്ഞാനമുണ്ടല്ലോ, അതിനെയാണ് രാജഗുഹ്യം എന്ന് ഭഗവാൻ പറഞ്ഞത്. തുടർന്ന് നാളെ രാവിലെ കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജ.